കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു നല്ല ദിവസം കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയൊക്കെ കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളെല്ലാം ഇവിടെ ആയിരിക്കുന്നത് വെറുതെയല്ല. ഒരു ദിവസം പോലും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇന്ന് നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല, അടുത്ത ദിവസം അതറിയാൻ പറ്റും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷിക്കുന്നുണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത്? ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ആയിരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ ചിന്തിച്ചിരുന്ന കാര്യങ്ങളല്ല. കർത്താവ് പറഞ്ഞതനുസരിച്ച് ദൈവിക ജീവനാൽ നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ അതെങ്ങനെയാണ്? പക്ഷെ നമുക്കറിയില്ലല്ലേ എങ്ങനെയാണ് നമ്മൾ ദൈവിക ജീവനാൽ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഏത് ജീവനാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഞാനിവിടെ നിന്നങ്ങ് പറയുവാണ് നിങ്ങളോട്, നിങ്ങൾ ദൈവിക ജീവനാൽ ജീവിക്കൂ. എന്താ? അപ്പം അത് മനസ്സിലാക്കണ്ടേ നമ്മൾ? വേണം. അപ്പോൾ അത് ഇന്നെൻ്റെ വിഷയമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയാൻ നിന്നത്. എങ്കിലും എന്താണ് ആ ദൈവിക ജീവനെന്ന് വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മാനുഷിക ജീവനല്ലത്. നമ്മളെല്ലാ മനുഷ്യരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തെ അറിഞ്ഞ മക്കൾ പോലും ജീവിക്കുന്നത് ഇന്ന് അവരുടെ സ്വന്തം ജീവനിൽ നിന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സ്വയത്തിനകത്തൊന്നും ജീവിക്കുക. എന്നാൽ ദൈവത്തിൽ നിന്നാരും ജീവിക്കുന്നില്ല. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ശരിക്കും ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതെ. അപ്പോൾ ദൈവത്തിൻ്റെ ആ ജീവനല്ല, അത് സ്വയ ലൈഫ് എന്ന് പറയും. ഇസഡോയി, അതല്ലയോ സ്പെല്ലിംഗ്? ആണോ? അതെ, സ്വയ ലൈഫ് അങ്ങനെയാണ് പറയുന്നത്. ദൈവിക ജീവന് പറയുന്ന പേരാണ്, മാനുഷിക ജീവനല്ലത്. അതിനെപ്പറ്റി അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാനത് എന്താണ് ദൈവിക ജീവൻ, എങ്ങനെയാണ് നമുക്ക് ആ ദൈവിക ജീവനിൽ നിന്ന് ജീവിക്കാൻ സാധിക്കുക എന്ന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ എന്നേലും പഠിപ്പിക്കാം നിങ്ങളെ. അത് പഠിപ്പിക്കണം. അത് വളരെ ഒരു കാര്യമാണ്. കർത്താവ് ഇന്നാണ് എന്നോടത് സംസാരിച്ചതുകൊണ്ട്. അപ്പോൾ ഞാനങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളോട് മാത്രമല്ല, കർത്താവ് എന്നോടും കൂടിയാണ് അത് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവിക ജീവനാൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കുകൊണ്ടൊന്നും അത് പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിക്കാൻ പറ്റുന്ന ഒന്നാണോ? ഡെഫിനിഷൻ ഉണ്ടോ അതിന്? ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അതിൽ നിന്ന് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജീവനാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. ഹല്ലേലൂയ. ആ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്, അത് നശിച്ചു പോകാത്ത ജീവനാണ്. നമ്മുടെ ജീവനൊക്കെ എന്തോരമുണ്ട്? കർത്താവ് ഈ ഭൂമിയിൽ തരുന്നിടത്തോളം. ഹല്ലേലൂയ. എന്നാൽ ദൈവിക ജീവൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് നിത്യജീവൻ. അതെ, എറ്റേണൽ ലൈഫാണ്, നിത്യമായ ജീവനാണ്. എന്നേക്കും നമ്മൾ ജീവിക്കേണ്ടതിന് ദൈവം നൽകുന്ന ആ ജീവൻ, അത് അങ്ങോട്ട് പോയിട്ടല്ല നമ്മൾ ജീവിക്കാൻ തുടങ്ങേണ്ടത്. എല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് മരിച്ച ശേഷം സ്വർഗത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ദൈവിക ജീവനാൽ ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ ദൈവിക ജീവനാൽ ജീവിക്കുവാൻ നമ്മൾ പരിശീലിപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ വേണം ജീവിക്കാൻ. ദൈവത്തിൽ നിന്നുള്ള ജീവനാൽ ജീവിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം വെളിച്ചമുള്ളതായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ ഇരുൾ നിറഞ്ഞ ജീവിതമായിരിക്കും നമുക്ക്. നമ്മൾ യേശുവിനെ അറിയുന്നുണ്ടോ? യെസ്, അതെ, എനിക്ക് യേശുവിനെ അറിയാം. യേശുവിനെ ആരാധിക്കുന്നുണ്ടോ? അതെ, ആരാധിക്കുന്നുണ്ട്. ജീവിക്കുന്നത് എങ്ങനെയാണ്? യേശുവിലല്ല, ദൈവത്തിൻ്റെ ജീവനാലല്ല. അപ്പോൾ ദൈവം നമുക്ക്, അല്ലെങ്കിൽ യേശു നമുക്ക് ജീവൻ തന്നത് തൻ്റെ ജീവനാൽ നമ്മൾ ജീവിക്കാനാണ്. ഹല്ലേലൂയ. തൻ്റെ ജീവനാൽ നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴുമുള്ള നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? കർത്താവേ, അങ്ങയുടെ ജീവനാൽ ജീവിക്കാൻ എന്നെ അങ്ങ് പഠിപ്പിക്കണം. അല്ലേ? പഠിപ്പിച്ചാലല്ലേ പറ്റത്തുള്ളൂ. എങ്ങനെ നമുക്ക് ജീവിക്കണമെന്ന് അറിയത്തില്ലല്ലോ. ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കുവാൻ നമ്മളെ ദൈവം പരിശീലിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു ഗുഡ് ടീച്ചറാണ്, നല്ല ഒരു അധ്യാപകനാണ്, നമ്മളെ പഠിപ്പിക്കാൻ കഴിവുള്ള. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ എഴുതിയത്, അവനാൽ പ്രാപിച്ച അഭിഷേകം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു,
ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല, ആ അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിക്കും. എന്ത് ചെയ്യുന്ന? പഠിപ്പിക്കും കാര്യങ്ങൾ. എങ്ങനെ ദൈവത്തിൽ വസിക്കണം, എങ്ങനെ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കണം, എങ്ങനെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ജീവിക്കണം, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എന്നെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. സ്വയമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഒരിക്കലും കർത്താവ് എനിക്കൊരു പാട്ട് തന്നു കേട്ടോ. ആ പാട്ട് ഇങ്ങനെയാണ്: ആഴക്കടലിൽ നിന്നെന്നെ കൈപിടിച്ചു നീ തന്നെന്നിൽ. ആഴക്കടലെന്ന് പറഞ്ഞാൽ എന്താ? ഏതോ പാപത്തിന്റെ കടലിൽ ഞാൻ കിടന്നല്ലേ, അവിടെ നിന്ന് കർത്താവ് കൈപിടിച്ചിട്ട് എന്തൊക്കെ തന്നു എനിക്ക്? നിൻ ജീവൻ, നിൻ ജീവിതം, നിൻ സർവവും എന്നേശുവേ. എന്തൊക്കെയാ തന്നേ? യേശുവിൻ്റെ ജീവൻ നമുക്ക് തന്നു, യേശുവിൻ്റെ ജീവിതം നമുക്ക് തന്നു, സർവവും തന്നു. ശരിയല്ലേ? സ്തോത്രം. ആഴക്കടലിൽ നിന്നെന്നെ കൈപിടിച്ചു നീ തന്നെന്നിൽ, ആഴക്കടലിൽ നിന്നെന്നെ കൈപിടിച്ചു നീ തന്നെന്നിൽ, നിൻ ജീവൻ, നിൻ ജീവിതം, നിൻ സർവവും എന്നേശുവേ. നിൻ ജീവൻ, നിൻ ജീവിതം, നിൻ സർവവും എന്നേശുവേ. ഇത് ഒരിക്കലും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ വരികളാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ അർത്ഥം എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഒരു പാട്ടിലൂടെ, അല്ലേ? ഒരു പാട്ടിലൂടെ ദൈവം എന്നെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ചിലപ്പോൾ ബൈബിൾ മുഴുവനും പഠിച്ചാലും നമുക്കിത് മനസ്സിലാകില്ല. മനസ്സിലായോ? അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്. നീ എൻ്റെ ജീവിതത്തിൽ ഞാനിത് മറന്നു പോകും. യേശു എനിക്ക് തൻ്റെ ജീവൻ തന്നു, തൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി തന്നു. പിന്നെ എന്താ തന്നത്? സർവവും തന്നു കർത്താവ്. തൻ്റെ പുത്രന് നമുക്ക് തന്നെങ്കിൽ അതോടുകൂടി നമുക്ക് സർവവും തരാതിരിക്കും. ബൈബിളിൽ വാക്യമല്ലേ? അതുപോലെ എല്ലാം കർത്താവ് തന്നു. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല പലപ്പോഴും. നമുക്ക് എന്താണ് ദൈവം തന്നത് എന്ന് അറിയാനായിട്ട് കഴിയുന്ന. കറണ്ട് പോയിട്ടുണ്ട്, നമുക്ക് മൈക്കില്ലാതെ സംസാരിക്കാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫാൻ ഇല്ലാത്ത ആ ഒരു ബുദ്ധിമുട്ട് വരും. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് കൃപ ചെയ്യുകയാണെങ്കിൽ കറണ്ട് പോകാതിരിക്കാനുള്ള എല്ലാ സിസ്റ്റംസും ഒക്കെ അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അതിനുള്ള വഴികളെ ഒരുക്കണം. അപ്പോൾ സുവിശേഷം പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് പറയാം, അല്ലേ? ഫ്രീ ആയിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. എനിക്ക് ഫ്രീ ആയിട്ട് പറയുന്നതാണ് വലിയ ഇഷ്ടം. എല്ലാ കാര്യത്തിലും എനിക്ക് ഫ്രീ ആയിട്ട് പറയണം. എവിടെ പോയാലും കാശ് വാങ്ങാതെ യേശുവിന് വേണ്ടി പറയണം. സൂമിൽ ശുശ്രൂഷിച്ചാൽ കാശ് വാങ്ങില്ല, ഞാൻ തന്നാലും വാങ്ങത്തില്ല. അല്ലല്ലേ? എനിക്കിഷ്ടമാണ്. എൻ്റെ ആഗ്രഹം ഞാൻ എപ്പോഴും പറയും, ഈ ഒരു ലൈറ്റ് മാത്രം കൊടുക്കാമെങ്കിൽ ഒന്ന് കൊടുക്കണേ മോനെ. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവസാനം വരെ എനിക്ക് എങ്ങനെ ശുശ്രൂഷിക്കണം, ഒന്നും ആരോടും വാങ്ങാതെ ശുശ്രൂഷിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. കർത്താവ് പറയുന്നുണ്ട് വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണെന്ന് പറയുന്നുണ്ട്. കർത്താവ് അത് തരാൻ കർത്താവ് തരും തീർച്ചയായും. എങ്കിലും ഈ ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. എങ്ങനെ ആഗ്രഹിക്കുന്നു? ഒന്നും വാങ്ങാതെ ശുശ്രൂഷിക്കണം. പക്ഷെ പിന്നീട് ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ, ഒരു ചർച്ച് നമുക്ക് വെക്കണമെന്ന് വരുമ്പോൾ ആരും ഫ്രീ ആയിട്ട് വെച്ച് തരില്ല. അവിടാണ് ഈ വിഷയം വരുന്നത്. നമുക്ക് കറണ്ട് പോകുമ്പോൾ ഒരു ജനറേറ്റർ വാങ്ങണമെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ആരും തരത്തില്ല. മനസ്സിലായോ? അതിനൊക്കെ നമുക്ക് നീഡുണ്ട്, അതിനൊക്കെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം, കർത്താവ് അതെല്ലാം ഒരുക്കി തരാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ലൈവായിട്ട് കൊടുക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ, സിസ്റ്റർ ഇവിടുത്തെ ആരാധന ഒന്ന് ലൈവായിട്ട് കൊടുക്കാമെങ്കിൽ. പലർക്കും ഈ ചർച്ചിനകത്ത് പോകാനായിട്ട് കഴിയാത്തവരിപ്പുണ്ട് വീട്ടിലൊക്കെ. അപ്പോൾ അവർക്കെല്ലാം ഇത് ഉപകാരപ്പെടും ലൈവായിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയാണെങ്കിലും ലൈവ് കട്ടായി, അതോടെ പോയി, തീർന്നു പോകും. അപ്പോൾ നമുക്ക് ആ ലൈവായിട്ട് കൊടുക്കുന്നതിന് മുമ്പൊക്കെ കർത്താവ് എല്ലാം ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോവാൻ എല്ലാം ചെയ്യണം. ഒരു ഹോൾ ഇവിടെ ആവശ്യമാണ്. എല്ലാറ്റിനെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. കർത്താവ് അത് നൽകി തരും. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായിട്ട് വേണ്ടത്. കർത്താവ് ഈ നാളുകളിൽ ആരോടെല്ലാം സംസാരിക്കുന്നു അവരെല്ലാം സഹായിക്കാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരാം. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? പോയോ? നിത്യജീവൻ, അത് തന്നെ. അപ്പോൾ സർവവും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. ആ ജീവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ നമ്മൾ ആസ്വദിച്ച്
അതിൽ ജീവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഓ, അതെങ്ങനെയാ ജീവിക്കുന്നത്? അത് ഭയങ്കര സന്തോഷമായിട്ട്. നിത്യജീവനാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയെന്ന് പറയുന്നത് ഒരു ഭാരവും അതിനകത്തില്ല. കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ജീവന് ഒരു പ്രത്യേകതയുണ്ട്. അത് നശിക്കാത്ത ജീവനാണ്. മനസ്സിലാവും? എൻ്റെ ശരീരമേ നശിക്കുന്നുള്ളൂ. എൻ്റെ ആരോഗ്യം ഒരുപക്ഷെ ക്ഷയിക്കുമായിരിക്കും. പക്ഷേ ആ ജീവന് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. എൻ്റെ സറൗണ്ടിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളും നടന്നോട്ടെ, പക്ഷെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനോ ഒരു മാറ്റവും ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ആ ജീവനാൽ നമ്മൾ ജീവിക്കണം. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ആവശ്യമാണ്. അതിന് നമുക്ക് ആത്മീക വരങ്ങൾ നമുക്ക് ആവശ്യമാണ്. മനസ്സിലായി? ഗിഫ്റ്റുകൾ ആവശ്യമാണ്. എല്ലാവരും പറയും ആത്മാവിൻ്റെ വരങ്ങൾ മാത്രം എന്തിനും, ഫലങ്ങൾ വരണ്ടേ? ഫലം, വരത്തിലല്ല കാര്യം, ഫലത്തിലാണ് കാര്യം എന്ന് പറയും. ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന എൻ്റെ ഒരു ചോദ്യം, ഈ വരം വരാതെ എങ്ങനെ ഫലം വരും എന്നുള്ളതാണ്. ഫലം എന്ന് പറയുന്ന ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഫ്രൂട്ട്സ് ഇല്ല അതിനകത്ത്. ഒറ്റ ഫ്രൂട്ട് വരണം, വെളിപ്പെട്ട് വരുന്നതിനകത്ത് എല്ലാം വരണം. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എപ്പോഴാണോ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ഗിഫ്റ്റുകൾ എന്നിലേക്ക് പകരപ്പെട്ടത്, അപ്പോഴാണ് ഞാൻ ഫ്രൂട്ട്ഫുൾ ആയിട്ട് തീരാൻ തുടങ്ങിയത്. മനസ്സിലായോ? ഗിഫ്റ്റുകൾ എന്നിൽ വെളിപ്പെട്ടപ്പോഴാണ് ഫ്രൂട്ട് എന്നിൽ കൂടെ വരാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആരെയും എനിക്ക് സ്നേഹിക്കാനായിട്ട് അങ്ങനെ കഴിയത്തില്ലായിരുന്നു. നമ്മളെ തന്നെ സ്നേഹിക്കുന്ന അവസ്ഥ എത്ര പേർക്കുണ്ട്? ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അല്ലയോ? നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ അവരെ മാത്രം ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കെല്ലാം ആദ്യം ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പിന്നെ എപ്പോൾ മുതലാണ് നമ്മൾ അടുത്തൊരു വ്യക്തി നശിക്കുമ്പോൾ നമുക്ക് എന്താ ഇത്ര ഒരു ഭാരം? ചോദിക്കട്ടെ. അടുത്തൊരു വ്യക്തി നശിക്കുന്ന കാണുമ്പോൾ അവനോട് സുവിശേഷം പറയാൻ എങ്ങനെ നമുക്ക് ദാഹം ഉണ്ടാവുന്നു? അത് അവിടെയാണ് ഫലം വെളിപ്പെടുന്നത്. അവനെ കൂടെ സ്നേഹം വരിക. നമുക്ക് ഒരു വ്യക്തി കരയുന്ന കാണുമ്പോൾ എന്തിനവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു? ഈ ഫലങ്ങളില്ലാത്തവർക്കൊന്നും അതൊന്നും ചെയ്യാൻ കഴിയില്ല. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ ഹൃദയത്തിൽ ഇടപെട്ട് ആദ്യം നമ്മളെ മാറ്റണം. നമ്മൾ മാറുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരെ മാറ്റാനായിട്ട് കഴിയുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഓരോ ദിവസവും പുതുക്കപ്പെടുത്തി യേശുവിലേക്ക് മാറ്റാനും മറ്റുള്ളവരെ എന്ത് ചെയ്യണം, നമ്മൾ ആ കർത്താവിൻ്റെ സാദൃശ്യത്തിലോട്ടും സ്വരൂപത്തിലോട്ടും കൊണ്ടുവരാനും. ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു? എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബോധ്യമുണ്ടോ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഉണ്ടോ? ചിലപ്പോഴൊക്കെ ഞാനും മറന്നു പോകും. അങ്ങനെയൊക്കെ മറന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് അധികാരമുണ്ട്. സർവ്വ സൃഷ്ടിയുടെ അധിപതിയാക്കി ദൈവം മനുഷ്യനെയാണ് വെച്ചത്. അവൻ വീണുപോയി. ആ വീഴ്ചയുടെ ആഘാതമെല്ലാം പരിഹരിക്കപ്പെട്ടത് എപ്പോഴാണ്? ക്രൂശിലാണ്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ആ അധികാരത്തെ ദൈവം നൽകി തരുന്നത് അതുവഴിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ ആരെങ്കിലും ആ അധികാരമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അവൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കുകയല്ലേ. നിരാശകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ ആരാ ജയിക്കുന്നേ? പിശാച് ജയിക്കുക. നമ്മൾ പിശാചിനെ ജയിപ്പിക്കാൻ വേണ്ടി നടക്കല്ലേ. നമ്മൾ ശക്തിപ്പെടണം, ബലപ്പെടണം. മേൽക്കുമേൽ ശക്തിപ്പെട്ട് പുതുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ബലത്തോടെ മുന്നിലേക്ക് വന്നേ മതിയാകൂ. എന്നാലേ നമുക്ക് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ പറ്റത്തുള്ളൂ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്നിട്ട് എവിടെ പിശാചിൻ്റെ പ്രവൃത്തി അഴിയുന്നു? അതിന് ദൈവപുത്രനായൊന്നും നമ്മൾ വെളിപ്പെടാനായിട്ടൊന്നും നമുക്ക് പറ്റുന്നില്ല. നമുക്കുള്ള അധികാരം എന്താണെന്ന് നമുക്കറിയില്ല. ആ വെളിപ്പാടുകൾ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പിശാചിനെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ദുഷ്ടന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഒരിക്കല് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടല്ലോ, അവിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും എന്ത് പറ്റി സിസ്റ്ററെ? അപ്പോൾ ഓക്കെ ഇത്രയും പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അപ്പോൾ കർത്താവ് പറഞ്ഞു,
എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരം ഞാനാണ്. അതിന് ഉത്തരവ് എന്നിലുണ്ട്. അപ്പോൾ എന്നിൽ ഒരുവൻ വന്നാൽ സകല പ്രശ്നത്തിൻ്റെ ഉത്തരം എന്നിലുണ്ട്. ഹല്ലേലൂയ. എല്ലാ സൊല്യൂഷനും ഉള്ളത് എന്നിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ എല്ലാ വിഷയത്തിനുള്ള പരിഹാരം അതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടാനുള്ളവരല്ല. ഹല്ലേലൂയ. വിഷയങ്ങളുടെ പിന്നാലെ ഓടാനുള്ളവരല്ല. നമ്മൾ യേശുവിൻ്റെ പിന്നാലെ ഓടിയാൽ മതി. വിഷയത്തിനെല്ലാം പരിഹാരം ആര് തരും? ദൈവം തരും. ഈ നാളുകൾ ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ നാളുകളിൽ വരണം. ആഴത്തിൽ വന്നേ പറ്റൂ. അത് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ. അന്യഭാഷയെപ്പറ്റി പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാന വരത്തെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു തരാനുള്ള കാര്യം നിങ്ങൾ വളരാൻ വേണ്ടിയാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലിരുന്ന് ഓരോ നിമിഷവും നമ്മെ ദൈവത്തിലോട്ട് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ പോലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കണ്ടേ ആക്കാനായിട്ട്? നമ്മളൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണ്ടേ? വളരെ ക്ഷമയോടെ ഇരുന്നെങ്കിലേ ആ പ്രോസസ്സ് നടക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രവും ഉപമിച്ചിരിക്കുന്നത്. ഈ കുശവൻ പണിയുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പാത്രം എഴുന്നേറ്റ് ഓടണമെന്ന് തീരുമാനിച്ചാലോ? ഈ ചക്രത്തിന്മേൽ ഇരിക്കുന്നത് വലിയ പണിയാണെന്ന് പാത്രത്തിന് തോന്നുവാണ്, വലിയ വേദനയാണ്. ഇടയ്ക്കൊന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം. പണി അതോടെ കഴിഞ്ഞു, പിന്നെ പണിയാൻ പറ്റില്ല. കർത്താവ് കൈവച്ചാൽ പണി പൂർത്തിയാക്കിയിട്ടേ നിർത്തും. ഹല്ലേലൂയ. അതിനെ ദൈവം ഉദ്ദേശിക്കുന്ന ഷേപ്പിലാക്കിയിട്ടേ നിർത്തത്തുള്ളൂ. നമ്മൾ ക്ഷമയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നേ മതിയാവും. ക്ഷമയോടെ എത്ര ദിവസം കർത്താവ് പണിയുന്നോ അത്രയും ദിവസം ഇരുന്നേ മതിയാവും. ക്ഷമയില്ലെങ്കിൽ കർത്താവ് നമ്മളെ ക്ഷമ പഠിപ്പിക്കാൻ നല്ല വ്യക്തിയാണ്. എന്നെ അങ്ങനെ പഠിപ്പിച്ച ആളാണ്. ക്ഷമയും സഹിഷ്ണുതയും എല്ലാം ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാണ് പഠിച്ചത്. മുമ്പേയൊക്കെ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ അത് നടക്കണം. അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? അതെ, ഒരു കാര്യം തീരുമാനിച്ച് അന്നേരം എനിക്കത് നടന്നു കിട്ടണം. ഒരു ക്ഷമയില്ലാത്ത ആളായിരുന്നു ഞാൻ. അത് നമ്മൾ സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്. വീട്ടിൽ അന്നേരം നമുക്കത് നടന്നിരിക്കണം. നമ്മൾ ചിന്തിക്കുന്നതിന് തെറ്റായിട്ട് നടന്നാൽ പ്രശ്നമായി. എന്തുകൊണ്ടാണ്? ക്ഷമയും. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കാൻ പഠിച്ചപ്പോൾ ഞാൻ എന്തു പഠിച്ചു? ക്ഷമ പഠിച്ചു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ പഠിപ്പിക്കും. ഇഷ്ടമായോ നിങ്ങൾക്കത്? ഞാൻ നിന്നെ എന്ത് ചെയ്യും? പഠിപ്പിക്കും. പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പഠിപ്പിക്കും. നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ കർത്താവ് ക്ഷമ പഠിപ്പിക്കും. ഹല്ലേലൂയ. സഹിഷ്ണുത ഇല്ലെങ്കിൽ പഠിപ്പിക്കും ദൈവം. ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എങ്ങനെ എൻ്റെ സന്നിധിയിൽ നീ മൗനമായിട്ട് ഇരിക്കണമെന്ന് ദൈവം പഠിപ്പിക്കും. അതെല്ലാം പഠിപ്പിക്കുന്ന ആളാണ് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നിനും മറുപടി ഇല്ലാത്ത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലായിടവും ഒന്ന് ഓടും, പല വാതിലുകളിലും മുട്ടി നോക്കും. അവസാനം നമ്മൾ വീണ്ടും തിരിച്ച് ദൈവസന്നിധിയിൽ തന്നെ വരും. കാരണം മുട്ടുന്നൊന്നും തുറക്കത്തില്ല നമുക്ക് അന്നേരം. കാരണം അങ്ങനെയാണ്. ദാവീദ് പറയുന്ന പോലെ, നീ അടയ്ക്കേണ്ടതിനേക്ക് അടച്ചിട്ട് നിന്റെ കൈ എൻ്റെ മേലങ്ങ് വെച്ചിരിക്കുക. കാരണം പണി നടക്കുക. അടയ്ക്കേണ്ടതിനേക്ക് അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകുമെന്നാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ നിമിഷവും നമ്മളെ പണിയും. ദൈവം ആഗ്രഹിക്കുന്നത് ഫലങ്ങളാൽ നിറയുക എന്ന് പറയുമ്പോൾ, ഫലത്താൽ നിറയുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ സ്വഭാവത്താൽ നമ്മൾ നിറയണം. ഇതിന് നമുക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ ആവശ്യമാണ്, എന്നാലേ നമ്മൾ നിറയത്തുള്ളൂ. നമ്മൾ ആ ഗിഫ്റ്റ് ശരിക്കും നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ എന്തേ ഉള്ളൂ, നമ്മളെ ഫലമുള്ളവരായി ശരിക്കും മാറാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് അതെന്നെ മാറ്റാൻ തുടങ്ങിയത്. ഞാനെന്ന വ്യക്തിയെ അത് മാറ്റാൻ തുടങ്ങി. പതിയെ കേട്ടോ ഈ പ്രോസസ്സ് നടക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പുറമേ കാണാൻ ഒരു നല്ല ഭരണിയാണ്, അകമേ ശരിക്കും
അഴുക്ക, ശരിയല്ലേ? നമ്മുടെ ഹൃദയങ്ങളൊക്കെ ആദ്യകാലത്തൊന്നും ഒട്ടും ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഭരണിയെ മാറ്റാനല്ല നോക്കുന്നത്, അതിൻ്റെ അകം ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. ഒത്തിരി പാടല്ലേ, വലിയ പ്രയാസം. നമ്മുടെ അകം, നമ്മുടെ ഹൃദയം ഒന്ന് മാറ്റി അപ്പൻ്റെ ഇഷ്ടത്തിന് എടുക്കാൻ, നമ്മുടെ മനസ്സിനെ മാറ്റി കർത്താവിൻ്റെ മനസ്സുപോലെ ആക്കി തീർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ കർത്താവിൻ്റെ പണിശാലയിൽ ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മളെ ആദ്യം താൻ മാറ്റിയാലേ നമ്മളിലൂടെ എന്ത് ചെയ്യുള്ളൂ? മറ്റുള്ളവർ മാറത്തുള്ളൂ. നമ്മൾ മാറിയില്ലെങ്കിൽ അവരെങ്ങനെ മാറും? ഇപ്പോൾ ചിലരെ കുറിച്ചൊക്കെ ചിലരിങ്ങനെ സംശയം ചോദിക്കാറുണ്ട്, ചില ദൈവദാസിമാരെ കുറിച്ച്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് അങ്ങനെയുള്ള ഒരു ഹീലിംഗ് ശുശ്രൂഷകളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് വചനം സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സഹോദരി, എല്ലാവരുടെ മുമ്പിൽ കേട്ടോ, ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, പക്ഷേ ഭവനത്തിൽ എനിക്ക് ജീവിത പങ്കാളിയുമായി നേരെ പോകാൻ പറ്റുന്നില്ല, എൻ്റെ ബന്ധുക്കളോട് എനിക്ക് നേരെ പോകാൻ പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭയങ്കര വിഷമോ? മനസ്സിലാവുന്നുണ്ടോ? ചർച്ചയിൽ വരുമ്പോൾ നമുക്ക് ദൈവദാസനായിക്കോട്ടെ, ദൈവദാസി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ചർച്ചയിൽ വരുമ്പോൾ നമുക്ക് അവരോടെല്ലാം വചനം പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളെങ്ങും മാറിയിട്ടില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം, നമ്മളിലൊരു മാറ്റം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ആദ്യം നമ്മുടെ ജീവിതത്തിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. സിസ്റ്റർ അമൃതയെ സംബന്ധിച്ചിടത്തോളം 3/2/2014 അങ്ങനെ ഒരു ഡേറ്റ് എൻ്റെ ജീവിതത്തിലുണ്ട്. അന്നാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിൻ്റെ കരത്തിലോട്ട് പൂർണ്ണമായും കൊടുത്തത്. അതുവരെ ഞാൻ ലോകത്തിലായിരുന്നു, മനസ്സിലായോ? അന്നാണ് ജീവിതത്തെ ഞാൻ കൊടുത്തത്. ഇന്ന് 2024 വന്നല്ലേ, അപ്പോൾ എത്ര വർഷമുണ്ട്? 10 വർഷം. അപ്പോൾ എന്നെ നിങ്ങൾ അറിയാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിനകത്തേ ഉള്ളൂ, ശരിയല്ലേ? അതിനു മുമ്പ് ഈ 9 വർഷങ്ങൾ എന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു, ശരിയല്ലേ ഞാൻ പറയുന്നത്? അന്നേരം മുഴുവനും ഞാൻ എവിടെ ഇരിക്കുമായിരുന്നു? ദൈവ സാന്നിധ്യത്തിൽ അപ്പൻ്റെ പണിപ്പുരയ്ക്കകത്തിരിക്കുമായിരുന്നു, മനസ്സിലായോ? അപ്പോൾ ഒത്തിരി സ്ട്രഗിളുകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം. ചേച്ചിയോട് ചോദിച്ചാൽ പറയും, ഇവിടെ അന്നേരമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. കരയുന്ന ദിവസങ്ങളല്ലേ, ചേച്ചിയുടെ മുമ്പ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം അതുപോലെ അറിയാമെന്നുള്ള ആളാണ്. അപ്പോൾ ഞാൻ കള്ളം പറയുന്നല്ലാതെ ബോധ്യപ്പെടുത്താൻ പറയും. കരയാത്ത ദിവസങ്ങൾ എനിക്കില്ല. അവർ രാത്രികളിൽ വരെ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പോയിട്ടുണ്ട്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ അവരാണ് എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നത്, അമ്മയെപ്പോലെയൊക്കെ ആയിരുന്നു, ഞാൻ സഹായിക്കാനൊക്കെ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇങ്ങോട്ട് ഒത്തിരി കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ എനിക്കറിയില്ല, ഇരുട്ടാണോ, കുന്നാണോ, താഴ്വരയാണോ, എന്താ എൻ്റെ ജീവിതത്തിലൂടെ കയറി ഇറങ്ങുന്നത്, ഒന്നും എനിക്കറിയുന്നില്ല. അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ പോയി. നിങ്ങൾ ഈ തൊണ്ട് തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കയറുണ്ടാക്കാനായിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ട്? തൊണ്ടിനിട്ട് എത്രത്തോളം അടി കൊണ്ടാൽ അതൊന്നും ശരിയായി വരും. അല്ലാതെ ഒരു തൊണ്ടെടുത്ത് കയറുണ്ടാക്കാൻ പറ്റുമോ? അതിന് എത്ര ദിവസം വെള്ളത്തിൽ കൊണ്ടുപോയി ഇടണം? കയറുണ്ടാക്കുന്ന ഇടങ്ങൾ നിങ്ങൾ പോയി നോക്കണം, അല്ലെങ്കിൽ യൂട്യൂബിനകത്തുണ്ട് എങ്ങനെയാണ് ഈ കയറുണ്ടാക്കുന്നത്. എത്രയോ കാലം ഈ തൊണ്ടിനെ കൊണ്ട് ഈ വെള്ളത്തിനകത്ത് ഇട്ടേക്കും. അത് പരുവപ്പെട്ട ശേഷം അതിനെ എടുത്ത് തല്ലി ചതച്ച് അതിനെ ചകരിയാക്കി ഇങ്ങോട്ട് എടുത്ത് പിന്നെ മെഷീനിലൂടെ കയറ്റി വിട്ട് അതിനെ പിരിച്ചെടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള കയറാക്കും. ഒത്തിരി കുഞ്ഞു ചകരികൾ ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ കയറുണ്ടായിരിക്കുന്നത്, ശരിയല്ലേ? അതുപോലെ ഒരു സീസൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, കർത്താവിൻ്റെ പണിശാലയിൽ ഇരിക്കാനും ദൈവത്തിന് പണിതെടുക്കാനും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശരിക്കും ഫലങ്ങളും വരങ്ങളാലൊക്കെ നിറയാൻ പറ്റത്തുള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇങ്ങോട്ട് ഇന്ന് അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞ് നാളെ ഞാൻ അങ്ങ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പോകുന്ന പരിപാടിയല്ലത്. അങ്ങനെ നമുക്ക് പറ്റത്തില്ല കേട്ടോ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഇരുന്ന് കൊടുക്കണം, എന്നാലേ ദൈവത്തിന് നമ്മളെ പണിഞ്ഞ് മാറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പലരുടെ ശുശ്രൂഷയിൽ അവർ പുറത്ത് ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ആ മാറ്റമില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ പണിശാലയിൽ വേണ്ടതുപോലെ ഇരുന്നിട്ടില്ല. നമ്മൾ ഇരിക്കണം. കർത്താവ് മോടി പിടിപ്പിക്കുന്നവരെ നമ്മൾ ഇരിക്കണം. മനോഹരമായി പണിത് സ്ട്രോങ് ആക്കുന്നവരെ ഇരിക്കണം. ഈ കയറൊക്കെ പിന്നെ ഇങ്ങനെ മനോഹരമായി എടുത്തു കഴിഞ്ഞിട്ട് അവരത് ചെക്ക് ചെയ്യും, ക്വാളിറ്റി ചെക്ക് ചെയ്യും, സ്ട്രോങ് ആണോ, മനസ്സിലാവുന്നുണ്ടോ? ഈ കലമൊക്കെ നമ്മളിപ്പോൾ കഞ്ഞിയൊക്കെ വെക്കുന്ന
അല്ലെങ്കിൽ കറി വെക്കുന്ന മൺകലങ്ങൾ വെയിലത്ത് വെച്ച് പിന്നെ അത് തീക്കകത്തും വെച്ച് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ദൈവകൃപയിൽ ഓരോ ദിവസവും പണിയപ്പെട്ട് വരുമ്പോൾ നമുക്ക് ടെസ്റ്റുകൾ വരും. മനസ്സിലായോ? ഒരു ഗിഫ്റ്റ് ദൈവം നിങ്ങൾക്ക് പകരണമെങ്കിൽ അതിനു മുമ്പ് ദൈവം ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ടേ തരത്തുള്ളൂ. നീ ഈ ഗിഫ്റ്റ് വഹിക്കാൻ യോഗ്യയായ ആളാണോ? മനസ്സിലായോ? ടെസ്റ്റ് ചെയ്യും. ഇതിനിടയിൽ ദൈവം നമ്മളെ പണിയും. ഒത്തിരി മുറിയപ്പെട്ട ഹൃദയങ്ങളുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ പലതിലും മുറിയപ്പെട്ടവരായിരിക്കാം. ചിലപ്പോൾ പക, വിദ്വേഷം, പിണക്കം ഇതെല്ലാം ഉള്ള ഹൃദയങ്ങളാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കാതെ പരിശുദ്ധാത്മാവ് ലഭിച്ച് അന്യഭാഷ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ നേരെ കയറി ഇങ്ങ് ശുശ്രൂഷയ്ക്ക് നിൽക്കുകയാണെന്ന് വയ്ക്കുക. എൻ്റെ ഉള്ളിൽ നിന്ന് എന്തേ വരും? കയ്പേ വരും, പകയെ വരത്തുള്ളൂ, മറ്റുള്ളവരെ കുറ്റം പറയുന്നതേ വരത്തുള്ളൂ. ഒത്തിരി പേർ എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ ഒത്തിരി പേര് മറ്റുള്ളവരെ കുറ്റം പറയുന്ന വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് അവർക്കിത് കഴിയുന്നത്? ഞാൻ പറഞ്ഞു, അവരുടെ ഉള്ളിലുള്ള മുറിവ് സൗഖ്യമായിട്ട്, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത്. ദൈവാത്മാവ് അവരെ സൗഖ്യമാക്കി ഇറക്കിയതിന് ശേഷമായിരുന്നു അവർ ശുശ്രൂഷിച്ചെങ്കിൽ കുറ്റപ്പെടുത്താൻ അവർക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ആ വീഡിയോ കാണല്ലേ. കുറ്റം പറയുന്ന വീഡിയോ എന്ത് ചെയ്യരുത്, നിങ്ങൾ കാണരുത്. നമ്മൾ എന്തായിരിക്കും പറയുന്നതെന്ന് നോക്കാനായിരിക്കും അത് ക്ലിക്ക് ചെയ്ത് നോക്കുന്നത്. ഞാൻ പറയാം, പോയി കിട്ടി കാര്യങ്ങളെല്ലാം. അതിലൂടെ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവ് ആവണമെന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ അന്നേരം ഒരു മുറിവ് വീഴും. ഞാനിത് പലപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഏത് ദേവദാസനായിക്കോട്ടെ ദേവദാസി ആയിക്കോട്ടെ, കുറ്റപ്പെടുന്ന വീഡിയോകൾ എന്ത് ചെയ്യരുത്, നമ്മൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും, നമ്മുടെ മൊബൈലിൽ വരും. കാരണം നമ്മൾ ക്രിസ്ത്യൻ വീഡിയോസ് കാണുന്നുണ്ടാണ്. പക്ഷെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കളിക്കണ്ട. അതവിടെ കിടന്നോട്ടെന്നേ, അത് വരട്ടെ പോകട്ടെ, നമുക്കെന്താ കുഴപ്പം? ഒരിക്കലും ഒരു സഹോദരി, എൻ്റെ ഒരു കൂട്ടുകാരി കേട്ടോ, നമ്മൾ നല്ല ഒരു ഫ്രണ്ട്സാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇതിപ്പോൾ എന്താണെന്ന് നോക്കാമല്ലോ പറയുന്നത്. അപ്പം ഞാൻ ഈ ക്ലിക്ക് ചെയ്യുന്ന കാണുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, നോ. അപ്പോഴേ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടു, ഇങ്ങനെയുള്ള വീഡിയോകൾ എനിക്കിനി അയക്കല്ലേ, ഒന്നും തോന്നല്ലേ, കർത്താവ് എന്നോട് സംസാരിക്കുന്ന അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, ആ സഹോദരി ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, കുറ്റം പറയുന്ന വീഡിയോസ് കാണരുത്, ഷെയർ ചെയ്യരുത്. മനസ്സിലായോ? നമുക്ക് ആരെയും വിധിക്കാനുള്ള അധികാരം ഇല്ല. വിധിക്കുന്നവനോട് ഒടുവിലത്തെ നാളിൽ വിധിക്കട്ടെ എന്നേ. ഞാൻ പണിതതിനൊത്ത പ്രതിഫലം എനിക്ക് തരും, നിങ്ങൾ പണിതതിനൊത്ത പ്രതിഫലം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നമ്മൾ എന്തിനും ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നു? നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്താൽ മതി. ദൈവം എന്നെ വാൺ ചെയ്തതിന് ശേഷം ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ആരും പറയുന്നതും കേൾക്കത്തില്ല. ആരെങ്കിലും പറയാൻ വന്നാൽ, സോറി എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല, വേറെ എന്തെങ്കിലും പറയാനുണ്ട്, അവർക്ക് വിഷമം തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല. ഹല്ലേലൂയ. അപ്പോൾ മാക്സിമം അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ. പിന്നെ പലപ്പോഴും തെറ്റ് പറ്റിപ്പോകാറുമുണ്ട്, എങ്കിലും പരിശുദ്ധാത്മാവ് അവിടെ എല്ലാം എന്നെ തിരുത്താറുണ്ട്. ഞാൻ മുമ്പേയൊക്കെ അങ്ങനെ പറഞ്ഞിരുന്ന ഒരാളുമാണ്. അപ്പോൾ കർത്താവിനോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ ദാസന്മാർ എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിക്കണേ. കാരണം അവരും ദൈവമായിട്ടുള്ള ബന്ധം എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്നെപ്പറ്റി ഒരാൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുന്നത് എൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. പക്ഷേ ഞാനും ദൈവവുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, ബ്രദറും ദൈവമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം നിങ്ങൾ ആഴത്തിലൊരു സ്നേഹം ദൈവമായിട്ട്, യേശുവിനെ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു. അതാ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് ചെയ്യരുത്, കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണരുത്, അത് വെക്കരുത്. നല്ല വീഡിയോസ് മാത്രം കാണുക. ഞാൻ എല്ലാവരുടെയും മെസ്സേജുകൾ കേൾക്കാറില്ല. ഞാൻ ദൈവത്തോട് ഒരു മെസ്സേജ് കേൾക്കുന്നതിന് മുമ്പേ കർത്താവിനോട് ചോദിക്കും, ഒറ്റ കാര്യം ചോദിക്കും, ഇത് അങ്ങയുടെ ജീവനുള്ള വചനം വഹിക്കുന്ന ദാസനാണോ ദാസിയാണോ, അങ്ങയുടെ പെർമിഷനോട് കൂടിയുള്ളതാണോ ശുശ്രൂഷ? ദൈവം എസ് എന്ന് പറഞ്ഞാൽ മാത്രം അതിൽ ക്ലിക്ക് ചെയ്ത് കാണത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ശീലിക്കണം, അപ്പൻ്റെ ശബ്ദം കേൾക്കാം, അല്ലേ തുടരുത്. നമ്മളങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യില്ലല്ലോ. എന്നാ ചിരിക്കുന്നു. അങ്ങനെയാണ് ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളൊന്നും ചോദിക്കില്ല കർത്താവിനോട്, കുറച്ച് സമയം ഒന്നും സംസാരിക്കുന്നില്ല, എല്ലാം പിന്നെ അങ്ങ് ചെയ്തേക്കാം. അയ്യോ, അങ്ങനെ അല്ലെന്ന്.
ഫ്ലൈറ്റ് പോവാൻ നിൽക്കുവാ, നീ കർത്താവിനോട് അങ്ങ് ചോദിക്കുക, അല്ലെങ്കിൽ ഇതിപ്പോൾ മിസ്സാവുമെന്ന് പറഞ്ഞാലും ആ ഫ്ലൈറ്റ് പോകുന്നേക്ക് അങ്ങ് പോട്ടെ. നമ്മളപ്പം പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്താൽ മതി. അതാ ക്ഷമ പഠിപ്പിക്കുക എന്ന് പറയുന്നു. എല്ലാ കാര്യത്തിലും ദൈവം നമ്മളെ ക്ഷമ പഠിപ്പിക്കും, ദൈവസന്നിധിയിൽ ഇരിക്കാനും ചെയ്യാനും ഒക്കെ. ചില കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു സാധനത്തിന് വേണ്ടി വാശി പിടിച്ചാൽ അന്നേരം വാങ്ങിക്കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഒരു പ്രാവശ്യം നമ്മൾ അന്ന് അത് കൊടുത്താലും പിന്നെ എപ്പോഴും പിണക്കം ഉണ്ടാക്കി അവർ വാങ്ങും. അങ്ങനെയാണ്, ഞാൻ പിണങ്ങിയാൽ എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് അവനൊരു ബോധ്യം വരും. ഹല്ലേലൂയ. എന്നാൽ ദൈവം അങ്ങനെ തരുന്ന ആളല്ല. ദൈവം നമ്മളെ ക്ഷമ പഠിപ്പിക്കും. നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുക. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ക്ഷമ പഠിക്കും. മനസ്സ് അസ്വസ്ഥപ്പെടുമ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും പ്രാർത്ഥിക്കാൻ, രണ്ടാമത്തെ ദിവസം പറ്റത്തില്ലായിരിക്കും, മൂന്നാമത്തെ ദിവസം 10 മിനിറ്റെങ്കിലും പറ്റും, നാലാമത്തെ ദിവസം 15 മിനിറ്റ് പറ്റും, അഞ്ചാമത്തെ ദിവസം 20 മിനിറ്റ് പറ്റും. അങ്ങനെ ദൈവം എന്നെ പഠിപ്പിച്ചത്. അല്ലാതെ ഒന്നും നമുക്ക് പറ്റത്തില്ല ദൈവസന്നിധിയിൽ ഇരിക്കാൻ. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഒന്നും നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഈ നാളുകളിൽ എന്ത് പറയണം? പരിശുദ്ധാത്മാവേ, എന്നെ ചില കാര്യങ്ങൾ അങ്ങ് പഠിപ്പിക്കണം. ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇരിക്കാമോ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ? നിങ്ങൾക്ക് ബ്രദർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലേ, സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാഠശാലയിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരുന്ന് കൊടുക്കാൻ തയ്യാറായാലേ നമ്മളെ ഉപയോഗപ്പെടുന്ന പാത്രമായിട്ട് കർത്താവ് പുറത്തെടുക്കും. ആത്മാവിൻ്റെ വരങ്ങളും അപ്പുറത്തെ സൈഡിൽ ആത്മാവിൻ്റെ ഫലവും ദൈവം നിങ്ങളെ നിറയ്ക്കും. ഇതിന് ശേഷം മാത്രമേ കർത്താവ് നിങ്ങളെ പുറം ലോകം കാണിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങളെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അല്ലയോ? നമ്മളെ എന്താണോ ചെയ്യേണ്ടത് അതിന് തക്കവണ്ണം ദൈവം മെനയുന്ന ഒരു സീസണുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. യോസേഫിൻ്റെ ജീവിതത്തിലും യോസേഫ് എവിടെ എത്തേണ്ടവനാണെന്ന് അവന് സ്വപ്നമൊക്കെ കൊടുത്തിരുന്നു, കറക്റ്റാണ്. പിറ്റേ ദിവസം അവിടെ കയറ്റിയിരുത്തിയോ? ഇല്ലല്ലോ. ഒരു സീസണിലൂടെ കടന്നുപോയി. ദാവീദിനെ അഭിഷേകം ചെയ്തു, പിറ്റേ ദിവസം രാജാവായോ? ഇല്ലല്ലോ. ഒരു പീരീഡ് ഉണ്ടായിരുന്നു, അല്ലയോ, പരീക്ഷണങ്ങളിലൂടെ നടക്കാൻ. യേശുവിനെ നമ്മൾ കാണുമ്പോൾ 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് കാണുന്നത്? 30-ാം വയസ്സ്. ഇതിനെല്ലാം ഇടയിൽ നിങ്ങൾ അറിയപ്പെടാതെ ഒരു സമയം നിങ്ങൾക്കുണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. ആ സമയത്ത് ദൈവം എന്താ ചെയ്യുന്നത്? നമ്മളെ പണിയുക. നിങ്ങളൊന്നും അതുകൊണ്ട് ഭാരപ്പെടരുത്. ഞാൻ എൻ്റെ യേശുവിൻ്റെ കരത്തിലാണെന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയണം. എന്തോ പ്രതികൂലം വന്നാലും എന്തോ പ്രയാസം വന്നാലും ഇതെന്നെ തകർക്കാനല്ല, ഇതെന്നെ പണിയാനാണ്. ഹല്ലേലൂയ. ഇതെന്നെ പണിയാനാണ്. എന്നെ പണിഞ്ഞ് എൻ്റെ കർത്താവ് എങ്ങനെ എടുക്കും? മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റും. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും എൻ്റെ യേശുവിന് വേണം കേട്ടോ, എല്ലാവരെയും വേണം. ആരെയും എൻ്റെ ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരെയും യേശുവിന് വേണം. ഒരാളെപ്പോലും വേണ്ടാന്ന് പറഞ്ഞുള്ള ലിസ്റ്റിലില്ല. നമ്മളൊക്കെ എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലേ? ഒരു ജോലിക്കായിക്കോട്ടെ ഏറ്റവും കഴിവുള്ള ആളെയല്ലേ നമ്മൾ സെലക്ട് ചെയ്യും. വീട്ടു ജോലിക്ക് ഒരാളെ നിങ്ങൾ നിർത്തുന്നെന്ന് വയ്ക്കുക, ഒരു ആരോഗ്യമില്ലാത്ത ഒരാളെ പിടിച്ച് നിർത്തുമോ? ഇല്ലല്ലേ. എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ഒരാളിനെ നമ്മൾ നിർത്തുള്ളൂ. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും കഴിവില്ലാത്തവനെ ദൈവം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും, വാ, നിന്നെ ഞാൻ പണിത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒന്നിനും കൊള്ളാത്തേക്ക് തന്നെയാണ് എനിക്കറിയാം, നിന്നെ ഞാൻ എന്ത് ചെയ്യാം? പണിയാം. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. നമ്മൾ ഈ വേണ്ടാതെ കേട്ട് പിടിപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തുണ്ട്. ഞാൻ അതൊക്കെ കളയാനായിട്ട് ഒത്തിരി പാടുപെട്ട ആളാണ്. കാരണം നമ്മൾ അവിടെ നിന്നും കേട്ടു, ഇവിടെ നിന്നും കേട്ടു. കർത്താവിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ശരിക്കും ഇത് സത്യമാണോ എന്ന് നമുക്കറിയില്ല. മനസ്സിലായില്ല? അപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം കേട്ടതിനെ ഈ നാളുകളിൽ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. അപ്പം അങ്ങെന്നോട് സംസാരിക്കണം, അങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെ മുന്നോട്ട് നയിക്കണം. ഹല്ലേലൂയ. ഒരു വചനം തന്നെ പലതരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത് ഏതാ സത്യമെന്ന് ചില സമയത്ത് നമുക്കറിയത്തില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? പിന്നെ അങ്ങനെ അർത്ഥമുണ്ടോ, ഇതിനിങ്ങനെ അർത്ഥമുണ്ടോ, എല്ലാം നമുക്ക് ഭയങ്കര സംശയമാണ്. ഹല്ലേലൂയ. അന്യഭാഷയെ സംസാരിക്കണോ, ഇനി സംസാരിക്കണ്ടേ, സഭയിൽ പറയണ്ടേ, എന്തോരം കൺഫ്യൂഷനാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. പിശാചിനെ ശാസിക്കണോ വേണ്ടയോ, എല്ലാം കൺഫ്യൂഷനാണ്. ആരെങ്കിലും തലയിൽ കൈവയ്ക്കണോ വെക്കണ്ടയോ,
ഈ കൈവച്ചാൽ പിശാചിൻ്റെയോട് തിരിഞ്ഞ് കയറുമോ? കയറത്തില്ലയോ? ഈ എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ നമ്മൾ അലഞ്ഞുഴന്ന് ശിശുക്കളായിരിക്കുന്ന അവസ്ഥയാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ശിശുത്വം വിട്ട് കയറി വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൈകളിൽ ഉപയോഗപ്പെടുന്ന പാത്രമായിരിക്കണമെങ്കിൽ ഈ ശിശുത്വത്തിൽ കിടന്നാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിൽ നിന്ന് കയറി വരണം. ശിശു ആയിരിക്കുന്നവനെ ശക്തനാക്കി മാറ്റാനാണ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നമുക്ക് ദൈവം നൽകി തരുന്നത്. അത് എനിക്ക് നൽകുന്നതായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലായോ? ഒരു ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ എല്ലാ അവയവങ്ങളും ഓരോരോ പ്രവൃത്തി ചെയ്യുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും വെവ്വേറെ കൃപകളെ ദൈവം പകർന്നിട്ട് പറയും, ഒന്നിച്ച് നിൽക്ക്. മനസ്സിലായോ? ഒന്നിച്ച് നിൽക്കണം, ഭിന്നിക്കാതെ. എന്നാൽ ഇന്ന് കൃപാവരം ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭിന്നത തുടങ്ങും. എന്തോ പറ്റി? പിശാചിൻ്റെ വലിയ പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് ശരിക്കും കൃപാവരം വെച്ചത് ശരീരം ഒന്നിച്ച് യുക്തമായും ചേർന്ന് കർത്താവിൽ വളരുന്നതിന് വേണ്ടിയാണ്. ഒരാൾക്കുള്ള ഒരു ഗിഫ്റ്റ് അല്ല മറ്റൊരാൾക്ക്. ഒരാൾക്ക് രോഗസൗഖ്യം, അടുത്ത ആൾക്ക് പ്രവചനം, അടുത്ത ആൾക്ക് അന്യഭാഷ, അടുത്ത ആൾക്ക് വ്യാഖ്യാനം, ഇനി ഒരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനം, അടുത്ത ആൾക്ക് പരിജ്ഞാനത്തിൻ്റെ വചനം, അടുത്ത ആളിന് സഹായം ചെയ്യാനുള്ള വരം, അടുത്ത ആൾക്ക് പരിപാലന വരം, വീര്യപ്രവൃത്തികൾ, ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ്സ്, എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു സഭയിൽ ഇതെല്ലാം ഉള്ള വ്യക്തികൾ വേണം. പക്ഷെ ഇന്നില്ല. എന്തുകൊണ്ടാ? പഠിപ്പിക്കുന്നില്ല. ഇതിനെപ്പറ്റി പഠിപ്പിക്കലുകളൊന്നുമില്ല. നീ വിശുദ്ധ ജീവിതം നയിക്കണം, സ്വർഗത്തിലേക്ക് പോകണം, ഫിനിഷ്. അപ്പം ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നു? കർത്താവ് പറഞ്ഞു, ഇതാ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അടയ്ക്കപ്പെട്ടു പോവുകയാണ് എന്ന് പിശാചിന് വലിയ സന്തോഷമാണ്. അതെ, നീ വിശുദ്ധനായിട്ട് ജീവിച്ച് സ്വർഗത്തിൽ വയ്ക്കും. എന്നാൽ ഇവൻ വല്ലതും സ്വർഗത്തിൽ പോകും? അതുമില്ല. അതാണ് വിഷയം. ഈ വിപ്സ് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാതെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി അറിയാതെ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാതെ നമ്മളൊട്ട് മാറത്തുമില്ല. നമ്മൾ പുറമേ വിശുദ്ധി വരുത്തി അവസാനം നരകത്തിനകത്ത് തന്നെ പോയി വീഴുകയും ചെയ്യും. അതാണ് എല്ലാ സഭകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമുക്കാലെടുത്തു. എനിക്ക് അതുകൊണ്ട് ഒത്തിരി വേദനയുമാണ്. അപ്പം അതുകൊണ്ട് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത് ഓരോ കാര്യത്തിനാണ്. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ അനേകരെ എഴുന്നേൽപ്പിക്കുന്നതിനാണ്. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്ത് കർത്താവ് എന്നോട് പറഞ്ഞത്, അന്ത്യകാലത്ത് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്നതിനാണ് നിന്നെ ഞാൻ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയണം, ഡീപ്പായിട്ട് അറിയണം. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ തന്നെത്താൻ നമ്മളെ താഴ്ത്തിയിരിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി എന്തെങ്കിലും ആണെന്ന് എനിക്ക് തോന്നിയാൽ പോയി, പിന്നെ ഞാൻ ഇരിക്കുമോ? ഇല്ല. എല്ലാ ദിവസവും ഞാനിനി എത്ര വളർന്നെന്ന് എനിക്ക് തോന്നിയാലും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഇരിക്കാമെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കാമെങ്കിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന് കഴിയും. അതിന് വലിയ ഡിഗ്രി ഒന്നും വേണമെന്നോ പഠനമൊന്നും വേണമെന്നോ ഇല്ല. കർത്താവ് പറയുന്ന നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നെങ്കിൽ അതാണ് നല്ലത്. അതുപോലുള്ളൊരു ഫെയ്ത്ത് നമുക്കുണ്ടായാൽ അതാണ് നല്ലത്. ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, അത്ഭുതങ്ങൾ കാണാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെപ്പോലെ വിശ്വസിക്കാനൊരു മനസ്സുണ്ടായാൽ മതി. അതെ. അപ്പം ഇന്ന് നമുക്ക് ആ ഒരു മനസ്സെല്ലാം പോയിട്ട് ഹൃദയമെല്ലാം കഠിനപ്പെട്ടിരിക്കുകയാണ് പലരുടെയും, കേട്ടോ. ഹൃദയ കാഠിന്യം ഉള്ളതുകൊണ്ട് നമുക്ക് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല പലയിടത്തും. അപ്പോൾ നമ്മൾ പറയും അതെല്ലാം പിശാച് ചെയ്യുന്നതാണ്. പിന്നെ പിശാച് ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ എൻ്റെ ചോദ്യം, ദൈവം എന്താ പിന്നെ ചെയ്യുന്നത്? ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമല്ലോ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ അംഗീകരിക്കുക. പൈശാചികമായിട്ടുള്ളതുണ്ടോ? യെസ്, അതും ഉണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് ഗിഫ്റ്റുകൾ വേണ്ടത്. തിരിച്ചറിയണം, ഇത് പരിശുദ്ധാത്മാവിനുള്ളതാണോ അല്ലാത്തതാണോ. ദൈവത്തോട് ചോദിച്ചാൽ നമുക്ക് അന്നേരം നമുക്ക് ഉത്തരം കിട്ടണം. ഹല്ലേലൂയ. എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം ഉണ്ടാവണം. നമ്മൾ ഇന്ന് ചോദിക്കും, ഇന്ന് പ്രാർത്ഥിക്കും, പിന്നെ 2 ദിവസത്തേക്ക് നമ്മളെ പൊടി പോലും കിട്ടില്ല.
നമ്മൾ പിന്നെ മൂന്നാമത്തെ ദിവസം വരും, പിന്നെയും പ്രാർത്ഥിക്കും, പിന്നെയും ദൈവത്തിൻ്റെ ശബ്ദം കാതോർക്കും. ഒന്നും കേൾക്കുന്നില്ല സിസ്റ്റർ. എന്നാൽ ശരി, 5 ദിവസമായി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ മെസ്സേജ് ഇട്ടു, 40 എത്രാമത്തെ ദിവസം അദ്ദേഹം ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ. ഇതുവരെയും കേട്ടിട്ടില്ല, പക്ഷെ തനിക്കൊരു വിശ്വാസമുണ്ട് കേൾക്കും. ഹല്ലേലൂയ. അപ്പം അതിനുവേണ്ടി ഒരു വില കൊടുത്തിരിക്കുക. ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷെ തൻ്റെ ഒരു ആഗ്രഹം എന്താണ്? ഒരേ ഒരു ആഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവസന്നിധിയിൽ ഇരുന്ന് ഉറങ്ങല്ലേ. ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബൈബിളും തുറന്നു വെച്ച് വായുവിട്ടിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോവില്ലേ? ഒത്തിരി പേർക്ക് സംഭവിക്കുന്ന പ്രശ്നം, രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാണ്, പോയിരിക്കുന്നു, ഒരു അരമണിക്കൂർ ഇരിക്കും, പിന്നെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും. ദൈവസന്നിധിയിലാണോ ഇരുന്നത്? നമ്മൾ ഉറങ്ങിപ്പോയില്ലേ? ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കഴിയുന്നതും ഉറക്കം വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുക കേട്ടോ. ഉറക്കം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളെ കാവലിരുത്തിയിരിക്കുകയാണെന്ന് വയ്ക്കുക, ഉറങ്ങാതിരുന്നോണം, അല്ലെങ്കിൽ ഇതവൻ അടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ണും മിഴിച്ചിരിക്കും അല്ലേ? എക്സാമിൻ്റെ ദിവസമൊക്കെ എത്രയോ ദിവസങ്ങൾ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, ഉറക്കമൊന്നും വന്നിട്ടില്ല. ശരിയല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടന്നാലും ഈ ചിന്തയായിരിക്കും, പരീക്ഷ നാളെ പഠിക്കണം. കാരണം ഈ തലേ ദിവസമാണല്ലോ നമ്മളൊക്കെ പഠിക്കുന്നത്. നേരത്തെ പഠിച്ചിരുന്നേ ഒന്നും വേണ്ടായിരുന്നു. ചിരിക്കുന്നു മോൻ, അത് തന്നെ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ കൊണ്ട് നോക്കി. അപ്പോൾ അതുപോലെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയങ്ങളിൽ താഴെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നത് ഞാനൊരു ചുമരിലൊക്കെ ചാരി ഇരിക്കാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരും പെട്ടെന്ന്. ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ചൂടുവെള്ളം എന്തെങ്കിലും കൊണ്ട് വെച്ചേക്കും, കട്ടനോ എന്തെങ്കിലും എന്ത് ചെയ്യും, ആ സമയത്ത് കുടിക്കും. കുടിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഉറക്കം പോകും. വീണ്ടും വന്നിരിക്കും, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. ഉറക്കം വരെയാണെങ്കിൽ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. നടന്ന് ബൈബിൾ വായിക്കും. നടന്നാൽ ആരെങ്കിലും ഉറങ്ങുമോ? ഇനി നടന്നെങ്ങാനും നിങ്ങൾ ഉറങ്ങി വീഴുമോ? ഹല്ലേലൂയ. പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങത്തുമില്ല, ഇരിക്കത്തുമില്ല. ശരിയല്ലേ? നമുക്കൊരു സ്വപ്നം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കറിയാം, 1-2 ബിസിനസ്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, എനിക്കറിയാം. അവർ ആ ഒരു ലെവൽ അറ്റൈൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് സാലറി കിട്ടത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ലെവൽ അറ്റൈൻ ചെയ്യുന്നവരെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ മാസത്തെ സാലറി ഇല്ല, ഉറക്കമില്ലാതിരിക്കും അവർ. നമുക്ക് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ശമ്പളമൊന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഉറക്കം വരുമ്പോൾ ഉറങ്ങും. പ്രാർത്ഥന നിർത്തണം എന്ന് തോന്നുമ്പോൾ നമ്മൾ നിർത്തും. നമുക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഗിഫ്റ്റിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. നമ്മൾ ഏറ്റവും എളുപ്പം മാറ്റി വയ്ക്കാൻ നോക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്ന നാളെയായാലും കുഴപ്പമില്ല, അതും മാറ്റി. ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാം മാറ്റിയാലും പ്രാർത്ഥന മാറ്റില്ലേ. മനസ്സിലായോ? എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടി വന്നാൽ ഇത് മാറ്റരുത്. നമ്മൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആത്മീയതയ്ക്കൊന്ന് കൊടുത്തു വന്നാലേ നിങ്ങൾ വളരൂ. അതാ ഈ വില കൊടുക്കുക എന്ന് പറയുന്നത്. വേറെ കാശൊന്നും എടുത്ത് ദൈവത്തിന് കൊടുക്കാനല്ല പറയുന്നത്. നിങ്ങളുടെ ആ ഉറക്കത്തിനെ ഒന്ന് വില കൊടുത്തിരിക്കുന്നു, നിങ്ങളുടെ സാഹചര്യങ്ങളെ ഒന്ന് വില കൊടുത്തിരിക്കുന്നു നിങ്ങൾ ദൈവസന്നിധിയിൽ. എല്ലാം ചെയ്തു തീർന്ന് നമുക്ക് ഇരിക്കാൻ എന്ന സമയത്തുള്ളതാണ് ഒരു പ്രാർത്ഥന എന്ന് നമ്മൾ ചിന്തിച്ചാൽ അന്നേരം പിന്നെ ഉറങ്ങാനുള്ള സമയമായിപ്പോയി. എല്ലാറ്റിനും ആദ്യം 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ. എങ്കിലേ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ പ്രയോജനപ്പെടാൻ പറ്റുന്നുള്ളൂ. വരും ദിവസങ്ങളിലൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അന്യഭാഷയുടെ അടുത്ത തലങ്ങൾ 1-2 കാര്യം കൂടി പറയണം. പിന്നെ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, അതുമായിട്ട് ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്കത് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, അന്നേരം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഒത്തിരി വചനം വായിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്, പക്ഷെ ഒന്നും വായിക്കാനായിട്ട് പറ്റിയില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ നാളുകളിൽ നിങ്ങൾക്ക് ഇരിക്കാമല്ലോ, മടുപ്പ് കൂടാതെ ഉറക്കം വരാതെ ഇരിക്കാനുള്ള ടെക്നിക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നു. കഴിയുന്നത് ഉറക്കം വരാതെ ഇരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമുക്കങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ.
എന്ന് പറഞ്ഞാൽ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടാൽ ഉറങ്ങാത്ത ഒരാളാണെന്നൊന്നും തോന്നത്തില്ല. നമ്മൾ നല്ല ഫ്രഷായിരിക്കും. കാരണം അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഹല്ലേലൂയ. എനിക്കൊരു ദൈവദാസനെ അറിയാം. അദ്ദേഹം രാത്രി 1 മണിക്കൂർ ഉറങ്ങുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ ഭയങ്കര ഗ്ലോറിയാണ്, ഭയങ്കര തേജസ്സാണ്. മോശ ഇരുന്ന് പ്രാപിച്ചതിനേക്കാളും തേജസ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം അത്രയും സമയം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ഗ്ലോറിയാലാണ് താൻ നടക്കുന്നത്. താൻ പോയി രോഗിയെ സൗഖ്യമാക്കണമെന്നില്ല, അടുത്തൂടെ പോകുമ്പോൾ രോഗി അങ്ങ് സൗഖ്യമായിക്കോളും. ഹല്ലേലൂയ. അതാണ് സ്വർഗവും നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധം. നമ്മൾ ഇങ്ങോട്ട് ഒരു ആവശ്യം വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഓടിപ്പോയി, കർത്താവേ നിൻ്റെ ഉത്തരം പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്, പെട്ടെന്ന് കാണിക്കുക, വിഷനിൽ കാണിക്കുക, സ്വപ്നത്തിൽ കാണിക്കുക, എന്നോട് സംസാരിക്കുക. ഒന്നും വരില്ല. കാരണം നമുക്ക് ആ കണക്ഷൻ ഇല്ലാതിരിക്കുക. അതായി വരാത്തത്. ആ കണക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നു അത് അന്നേരം കർത്താവ് അത് കാണിക്കും. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നാളുകളിൽ ഡീപ്പായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരാൻ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ എല്ലാം മാറ്റിയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ആ ജീവനാൽ നമ്മൾ നിറയുകയും കൃപയാൽ നമ്മൾ നിറയുകയും വരങ്ങളാൽ നിറയുകയും ഫലത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് പണിത ഒരു സമയത്തിനപ്പുറം പുറത്തേക്ക് എടുക്കുമ്പോൾ അനേകർ നിങ്ങളിലൂടെ വെളിച്ചം കാണും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ അടുത്തൊരു തലത്തിലേക്ക് കയറി വരുമല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായോ എന്ന് പറഞ്ഞതിൽ? അതോ വേസ്റ്റായി തോന്നി? ഇല്ലല്ലോ. നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് ഉപകാരപ്പെടാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ദൈവം തൊട്ടെങ്കിൽ അതാണ് വലിയ കാര്യം. ഞാനൊരു 100 വാക്യം ഇവിടെ നിന്ന് പറഞ്ഞു. കൊരിന്ത്യർക്ക് ഇങ്ങനെ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികളിൽ ഇത് പറയുന്നു, ഇരമ്യാവിൽ ഇത് പറയുന്നു, മത്തായിയിൽ ഇങ്ങനെ പറയുന്നു. ഫോർവാഡ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കുറേ തിയറി വിളമ്പിയിട്ട് അതിനകത്ത് ഒരേ കാര്യവുമില്ല. ഞാനിവിടെ മുഴുവൻ പറയുന്നത് പ്രാക്ടിക്കലാണ്. എങ്ങനെ നമുക്കത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ ഈ നാളുകളിൽ അത് ചെയ്യുന്നവരാവണം. നിങ്ങൾ ഒരാൾ എഴുന്നേറ്റാൽ നിങ്ങളുടെ പിന്നിൽ അനേകരെ നിങ്ങൾ എഴുന്നേൽപ്പിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. എൻഡ് ടൈം മിനിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഫോക്കസ്ഡ് അല്ലത്, സൈന്യത്തെ ഫോക്കസ് ചെയ്തിട്ട്. ഹല്ലേലൂയ. ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളായിരിക്കില്ല, അനേകരെ എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷകളായിരിക്കും. ആ ശുശ്രൂഷകളുടെ അങ്ങനെയുള്ള തലങ്ങളിൽ വലിയ ഷിഫ്റ്റുകൾ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അത് കൊണ്ടുവരും. അത്ഭുതങ്ങളും അടയാളങ്ങളാലും ദൈവം അത് തെളിയിക്കും. എല്ലാവരും അത്ഭുതങ്ങളും അടയാളം നടക്കുമ്പോൾ കർത്താവിനെ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? ദൈവം ചെയ്യുന്നതിനെ പൈശാചികമാണെന്ന് പറഞ്ഞവൾ. ദൈവം ചെയ്യുന്നതിനെ എന്ത് പറയും? പിശാച ചെയ്യുന്നതെന്ന് പറയും. കർത്താവിന് ഒത്തിരി വേദനയാണ്. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അവർ ലിമിറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? എന്നെ അവർ ലിമിറ്റ് ചെയ്ത് കളയുന്നു, പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വലിയ വേദന. നമ്മൾ അങ്ങനെ ആവല്ലേ. ഫ്രീഡം കൊടുക്കണം പരിശുദ്ധാത്മാവ്. അപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ നിന്ന് തരിക. എന്നെ എങ്ങനെ വേണോ അങ്ങേക്ക് ഉപയോഗിക്കാം. എന്നെ ഉപയോഗിക്കണം അങ്ങയുടെ കരങ്ങളിൽ. നമ്മുടെ ആഗ്രഹമായിരിക്കണം. കർത്താവ് ഉപയോഗിക്കും. നമ്മളെ പഠിപ്പിക്കാനുള്ളത് മുഴുവൻ കർത്താവ് പഠിപ്പിച്ചിട്ടേ കൊണ്ടുവരും. നിങ്ങളെക്കുറിച്ച് പിന്നെ ഒരു കുറ്റം പറയാനായിട്ട് പിശാചിന് ദൈവം അനുവാദം കൊടുക്കാത്തതുപോലെ എല്ലാ വാതിലുകളും നിങ്ങളുടെ ജീവിതത്തിൽ അടച്ച് അവൻ്റെ സർവ്വ അവകാശങ്ങളിൽ നിങ്ങളിൽ നിന്നും മാറ്റും. കർത്താവ് പറയുന്ന പോലെ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല, അവൻ വരട്ടെന്നേ. അതുപോലെ പിശാചിൻ്റെ ഒന്നും നിങ്ങളിൽ ഇല്ലാത്തതുപോലെ നിങ്ങളെ ദൈവം മാറ്റി മാത്രം എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുന്നിലോട്ട് ദൈവം പ്രസൻറ്റ് ചെയ്യും, മനോഹരമായ ഒരു ഗിഫ്റ്റായിട്ട്. ഒന്ന് അതിനുവേണ്ടി നമ്മൾ ക്ഷമയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. കർത്താവ് 3.5 വർഷമേ ശുശ്രൂഷിച്ചെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തല്ലേ. നമുക്ക് 1 വർഷമേ ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂവെങ്കിൽ ലോകത്തെ ഇളക്കി മറിച്ചിട്ട് പോയാൽ മതി. ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്തെന്നുള്ളതിൽ കാര്യമില്ലല്ലോ. നമ്മൾ ഓരോ ദിവസം ഇരിക്കുമ്പോഴും കത്തി മൂർച്ച കൂടുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് മൂർച്ച കൂടിക്കൊണ്ടിരിക്കും. തുരുമ്പ് പിടിച്ച ഒരു കത്തി കൊണ്ടുവന്ന് ഞാനൊരു മരത്തെ വെട്ടിയാൽ 1000 പ്രാവശ്യം വെട്ടിയാലും അത് മുറിയില്ല. എന്നാൽ ഷാർപ്പ് എഡ്ജുള്ള ഒരു സോഡ് കൊണ്ടുവന്ന് ഞാൻ ഒറ്റ വെട്ടിയാൽ മതി. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് നിങ്ങൾ 1000 പ്രസംഗം നടത്തുന്നതിനേക്കാളും ഒരൊറ്റ പ്രസംഗം ദൈവാത്മാവിനാൽ നിറഞ്ഞു ചെയ്താൽ 3000 പേര് സ്നാനപ്പെടാനും അത് മതി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കാര്യം ഉപേക്ഷയായി വിചാരിക്കാതെ ഈ നാളുകളിൽ ആത്മാവിൻ്റെ ബലത്താൽ നിറയാൻ നമ്മുടെ സമയം വേർതിരിച്ചിരുന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ ബലമാണ്. ഹല്ലേലൂയ. ഞാനത് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് കിട്ടുന്നത്. ഞാൻ ഒരു ദിവസം പോലും അപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കാതെ ഇവിടെ വന്ന് നിൽക്കില്ല. ആഹാരമൊന്നും വെച്ചില്ലെങ്കിൽ മക്കൾ കഞ്ഞി കുടിക്കും. എന്തുകൊണ്ടാണ്? അവർക്കറിയാം അമ്മ ദൈവസന്നിധിയിലായിരിക്കുന്നതിന്. അവർക്ക് പരാതി പറയില്ല. അവർ എൻ്റെ ചില സമയത്ത് അങ്ങനെയാണ്, എനിക്കൊന്നും വെക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഫാസ്റ്റിംഗ് എടുത്തും ഹസ്ബൻഡ് ഫാസ്റ്റിങ്ങിലായിരിക്കും 40 days, നമുക്കൊന്നും വെക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ചില സമയത്ത് കഞ്ഞിയായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഊണ് വാങ്ങി അവർക്ക് കൊടുക്കും. ഇഷ്ടപ്പെടില്ലായിരിക്കാം, ഇഷ്ടപ്പെടുമായിരിക്കാം, അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം അങ്ങനെയാണ്. നമ്മൾ ചില കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? മാറ്റി വെച്ചിട്ട് അപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് മാറ്റാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ബാക്കി എല്ലാം നമുക്ക് മാറ്റാം, പക്ഷെ എന്ത് മാത്രം മാറ്റാൻ പറ്റില്ല? ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്ന് ബലം പ്രാപിക്കുന്നത് മാറ്റാൻ പറ്റില്ല. അന്ത്യകാലത്ത് നിങ്ങൾ നിൽക്കണമെങ്കിൽ ഒറ്റ ബലത്തേലേ നിങ്ങൾ നിൽക്കൂ, എൻ്റെ ബലത്താൽ. അതാ ദൈവം പറഞ്ഞത്. ഞാൻ അവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബലത്താൽ മാത്രമേ നിനക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. സാഹചര്യങ്ങളെ നോക്കിയാൽ നിൽക്കത്തില്ല. ആ ബലം നമ്മൾ പ്രാപിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് ആ ബലത്തിൽ നമ്മൾ നടക്കണം, മുന്നോട്ട് ചലിക്കണം. ഓരോ സ്റ്റെപ്പ് നമ്മൾ വെക്കേണ്ടത് ആ ബലത്തിലായിരിക്കണം, അല്ലെങ്കിൽ പറ്റത്തേ ഇല്ല നമുക്ക് മുന്നോട്ട് പോകാൻ. കർത്താവിനോട് ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുത്താൻ നിങ്ങൾ ചോദിക്കണം. എന്താണ് എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതി? അതെനിക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി തരണം. യോസേഫിന് വെളിപ്പെടുത്തിയ പോലെ എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് വെളിപ്പെടുത്തി കാണിക്കണം. ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നാലേ ദൈവം അത് വെളിപ്പെടുത്തത്തുള്ളൂ. അല്ലാതെ വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നിന്നെ ഇതിനായിട്ടാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എത്രയോ പേരോട് കർത്താവ് സംസാരിച്ചു. അവരൊന്നും ഇന്ന് ചെയ്യുന്നുണ്ടോ? എല്ലാവരും ഇല്ല. എനിക്കറിയാമെന്നുള്ളൊരു സഹോദരനുണ്ട്. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വണ്ടിയിൽ നമ്മൾ പോകുന്ന ഒരു ശുശ്രൂഷയ്ക്ക് ആ സഹോദരങ്ങളെ കൂടെ നമ്മൾ കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങളോട് ദൂത് പറഞ്ഞ ആ ദേവദാസൻ, ഞങ്ങളെ ഈ ദേശത്തിന് വേണ്ടി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ദേവദാസൻ ഒരു ദിവസം ആ മക്കളോട് പറഞ്ഞു, നിങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു, ഈ മകന് ശുശ്രൂഷയ്ക്ക് വിളിയുണ്ടെന്ന് പറഞ്ഞു. ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥനോട് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഭവനത്തിൽ പോയിട്ട് പറഞ്ഞു, കർത്താവ് നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് വിളിയുണ്ട്, ഇറങ്ങിത്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുകയാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ചെറിയ ജോലി. അത് വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരത്തില്ലേ? കർത്താവിൻ്റെ വേല ചെയ്ത് എന്ത് കിട്ടുമെന്നാ? ഒന്നും കിട്ടത്തില്ലല്ലോ, ഞാനങ്ങ് വിടത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് ഒത്തിരി സങ്കടമായി. നമ്മൾ പറഞ്ഞു, പാർട്ട് ടൈമായിട്ട് അത് ചെയ്യുന്നുണ്ടല്ലോ, ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയോ കർത്താവിൻ്റെ വേല ചെയ്യുകയോ ഒക്കെ ചെയ്യാമല്ലോ. ഇല്ല, ഭാര്യ സമ്മതിക്കാത്തത് കൊണ്ട് എനിക്കങ്ങ് ഇഷ്ടമല്ല. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ ആ ദേവദാസൻ എന്നോട് പ്രവചിച്ചതാണ് നിനക്ക് വിളിയുണ്ടെന്ന്. എപ്പോഴാണ്? 5 വർഷത്തിന് മുമ്പേ. എന്നിട്ട് ഇതുവരെ ചെയ്തോ? ഇല്ല. ദൈവം നിങ്ങൾ സംസാരിക്കുമ്പോൾ ചെയ്യാനുള്ള മനസ്സില്ല. മനസ്സിലായോ? വളരെ വൈകാതെ ആ സഹോദരൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലിയില്ല ഇപ്പോൾ. അവർ പറഞ്ഞ എന്താണ്? ഈ ജോലിയുടെ വരുമാനം വെച്ച് ഞാൻ ജീവിക്കും, കർത്താവിൻ്റെ വേല ചെയ്താൽ ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഒത്തിരി സങ്കടം തോന്നി. ഏറ്റവും വലിയ പ്രതിഫലം അപ്പൻ്റെ വേല ചെയ്യുന്നതിനാണ്. അതിനേക്കാൾ വലിയൊരു പ്രതിഫലം ഭൂമിയിലാക്കും നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ദൈവം അത് നിശ്ചയിക്കുന്നത് ആ പ്രതിഫലം. ഹല്ലേലൂയ. അപ്പോൾ ജോലിയൊന്നുമില്ല, എങ്കിലും കർത്താവിൻ്റെ വേലയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എല്ലാവരും അതിനെ അംഗീകരിക്കാനൊന്നും തയ്യാറായില്ല. നിങ്ങൾക്കൊരു വിളിയുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കൂടെ കഴിയട്ടെ, ഞാൻ ഈ ലോകത്തിലൊക്കെ ഒന്ന് നല്ലപോലെ ജീവിച്ച് എൻ്റെ മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് അവരെയൊക്കെ കെട്ടിച്ചു വിട്ട് അവരുടെ കാര്യങ്ങളെ നോക്കി കൊച്ചുമക്കളെയൊക്കെ നോക്കി അവരെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞാൻ ഇറങ്ങാം. അപ്പച്ചൻ എന്ത് പറയുന്നു? എൻ്റെ എല്ലാ കാര്യങ്ങളും തീരട്ടെ, എൻ്റെ ബാധ്യതകളൊക്കെ തീരട്ടെ, കടഭാരങ്ങളൊക്കെ തീരട്ടെ, പ്രശ്നങ്ങൾ സോൾവ് ആവട്ടെ, എല്ലാം സോൾവ് ആയിട്ട് ഞാൻ ഇറങ്ങാൻ കർത്താവേ, പെട്ടെന്ന് സോൾവ് ചെയ്ത് തരൂ. ഒന്നും നടക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുകയില്ലല്ലോ. നിങ്ങൾ ഇറങ്ങിയാൽ എൻ്റെ യേശുവിന് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും നോക്കാതെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ ദൈവം പറയുന്നോ അത് ചെയ്യാനായിട്ട് തയ്യാറായാൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തന്നിട്ടുള്ള വചനം. ഹല്ലേലൂയ. ദൈവം വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. ഹല്ലേലൂയ. മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുക,
കർത്താവിൻ്റെ രാജ്യം എന്താണ്, അതിലെ നിയമം എന്താണെന്ന് അന്വേഷിക്കുക. എന്താണ് ദൈവത്തിൻ്റെ നീതി എന്ന് അന്വേഷിക്കുക. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് നമ്മളൊന്ന് അന്വേഷിക്കുക. അതിനുവേണ്ടി നിങ്ങൾ നിന്നാൽ, നിങ്ങൾക്ക് എന്തെല്ലാം വില മുടക്കി അതിന് നിൽക്കാൻ പറ്റുമോ, നിന്നാൽ നിങ്ങളെ നിശ്ചയമായും ഈ ഭൂമിയിലും വരാൻ പോകുന്ന ലോകത്തും ദൈവം മാനിക്കും, അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാനിങ്ങനെയാണ് പറയുന്നത്, അടുത്ത ദിവസം പഠിക്കാം, അടുത്ത ദിവസം പഠിക്കാം. ഇത് പഠിച്ചിട്ട് ഒന്നും തീർന്നു വരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആ ഒരു പ്രസൻസിലൊന്ന് വർഷിപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് നിങ്ങൾ എടുത്തിപ്പോൾ കളയണം. നിങ്ങൾ ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇന്ന് എടുക്കണം നിങ്ങളുടെ മനസ്സിനകത്തൊന്ന്. നിങ്ങൾ എന്തൊക്കെയോ ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങളെന്ന് പറയുന്നില്ലേ, ആ വിഷയങ്ങളെയൊക്കെ നിങ്ങളുടെ ആ കരത്തിലോട്ടൊന്ന് എടുത്ത് പിടിച്ചേ. നിങ്ങൾ ശരിക്കും നമ്മളങ്ങനെ ചെയ്യാൻ പോവുക. ആ കരത്തിൽ പിടിച്ചിട്ട് കർത്താവിൻ്റെ കയ്യിലോട്ട് നമ്മൾ കൊടുത്തിട്ട് പറയുവാണ്, എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യുന്നു, ഞാൻ യേശുവിൻ്റെ കരത്തിൽ കൊടുക്കുന്നു. പറഞ്ഞാട്ടെ, എൻ്റെ എല്ലാ വിഷയങ്ങളെയും ഞാൻ യേശുവിൻ്റെ കരത്തിലേക്ക് ഇപ്പോൾ കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞേ. എന്താണോ നിങ്ങളുടെ വിഷമങ്ങൾ, എന്താണോ നിങ്ങളുടെ ആകുലതകൾ, എന്ത് വിഷയമാണോ നിങ്ങളിപ്പോൾ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അത് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തേ. കർത്താവേ, എൻ്റെ ഈ വിഷയങ്ങളെ ഞാൻ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ പോലെ, കൊച്ചു കുഞ്ഞ് അപ്പനെ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഒരപ്പൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്, തുള്ളിച്ചാടി നടക്കുന്ന ആ കുഞ്ഞ്, കർത്താവ് എന്നെ കാണിക്കുന്നത് അങ്ങനെ പറയൂ കേട്ടോ. ഒരു വിഷമങ്ങളും അവൻ അനുഭവിക്കുന്നില്ല. കാരണം അവനറിയാം, എൻ്റെ അപ്പൻ്റെ ആ വിരൽ തുമ്പിൽ ഞാൻ സുരക്ഷിതനാണ്. എനിക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ അപ്പൻ പ്രൊവൈഡ് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നിങ്ങൾ മനസ്സിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾക്കത് കാണാൻ കഴിയില്ല, ഞാനിവിടെ വിഷൻ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് തുള്ളിച്ചാടി ഒരു അപ്പൻ്റെ കരം പിടിച്ച് നടക്കുന്ന പോലെ എങ്ങനെ ആ കുഞ്ഞിന് ഇത്രയും ചിരിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. അവനൊരു വിഷമങ്ങളുമില്ല, അവനൊരു ഭാരങ്ങളുമില്ല, അവനൊരു പ്രയാസങ്ങളുമില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. എന്നെ ആരും തട്ടിക്കൊണ്ട് പോകത്തില്ല. എൻ്റെ അപ്പൻ്റെ കൈവെള്ളയിൽ നിന്ന് എന്നെ ആരും വലിച്ചു പറിച്ചുകൊണ്ട് പോകത്തില്ല. ഹല്ലേലൂയ. ആ അപ്പൻ പിടിച്ചേക്കുവോ ആ കയ്യിൽ. ഹല്ലേലൂയ. ഞാനത് കാണുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചിട്ട് ആ കരത്തെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക. അപ്പാ, അങ്ങയുടെ കരത്തിൽ ഞാൻ ഇരിക്കുക. ഹല്ലേലൂയ. അങ്ങയുടെ കരത്തിൽ ഞാൻ ഇരിക്കുവാണ്. എനിക്കറിയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങേക്കറിയാം. ഞാൻ പറയാതെ അറിയാം, എല്ലാം അറിയാം. ഡാഡി, നിങ്ങൾ നിങ്ങളുടെ അപ്പൻ എന്താണോ വിളിക്കുന്നത് ആ പേര് വിളിക്കുക. പപ്പ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കുക. ഡാഡി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കുക. അച്ഛാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കുക. ഞാൻ ഡാഡി എന്ന് വിളിക്കുന്നത് കേട്ടോ പപ്പയെ, അതുകൊണ്ട് ഞാൻ വിളിക്കുക. ഡാഡി, ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ അങ്ങിൽ വിശ്വസിക്കും. ഹല്ലേലൂയ. അബ്ബാ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ കരം ശക്തമാണ്. ഹല്ലേലൂയ. എന്നെ നേർനിലത്തിലേക്ക് നടത്താൻ കഴിയും. എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്ക് നടത്തി തരാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളുടെ കാര്യമാവട്ടെ, നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള കാര്യങ്ങളാവട്ടെ, നിങ്ങളുടെ ജോലിയെ പറ്റിയുള്ള വിഷയങ്ങളാകട്ടെ, നിങ്ങളുടെ ഏതേത് മേഖലകളിലാണോ ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്നത്, ആ ഭാരം യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്താട്ടെ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചാട്ടെ. നിങ്ങൾ തുറന്ന് പറഞ്ഞാട്ടെ അപ്പനടുത്ത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പാ, ഇപ്പോൾ പ്രിയ മക്കൾ അവരുടെ വിഷയങ്ങൾ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. നീതിയുള്ള ന്യായാധിപതിയായ അപ്പ, അങ്ങ് ഈ വിഷയത്തിൻ്റെ മേൽ നീതിയോടെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളെ എൻ്റെ ദൈവം കാണുന്നതിനായി സ്തോത്രം. അവരുടെ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിനാണോ അവർ വേദനയോടെ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഒരു പരിഹാരം അയക്കണം. ആരെല്ലാമാണോ ആത്മാവെ എന്നെ ഉപയോഗിക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ പണിയണമേ, അങ്ങയുടെ കരത്തിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്, അവരെ എൻ്റെ കർത്താവ് തൊടണം. അവരുടെ ബലഹീനതകളെ ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയുന്നു, നിന്നെ തോളിൽ വഹിക്കുന്നത് ഞാനാണ്. ഹല്ലേലൂയ.
ഇതിന് ഞാൻ എൻ്റെ തോളുകളിൽ വഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു അപ്പൻ്റെ ആ ഒരു സ്നേഹത്തെ കർത്താവ് അവിടെ പ്രസന്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരപ്പന് മാത്രമേ തോളിലെടുത്ത് കുഞ്ഞിനെ വെക്കാൻ പറ്റത്തുള്ളൂ, ഒരു അമ്മയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ആ തോളിലെടുത്ത് വെച്ച് ലാളിക്കുന്ന അപ്പൻ്റെ ആ ഒരു സ്നേഹത്തെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നിങ്ങൾ ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ആ സ്നേഹത്തെ നിങ്ങൾ അനുഭവിച്ചാട്ടെ സഹോദരങ്ങൾ. ഇവിടെ ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നതിലോ ഒത്തിരി കാര്യം പറയുന്നതിലോ ഒന്നുമല്ല കാര്യം. അപ്പൻ്റെ ആ പ്രസൻസ് അനുഭവിക്കുക എന്നുള്ളതല്ല. നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ആ സാന്നിധ്യത്തിൽ ഒരു കുഞ്ഞപ്പൻ്റെ തോളിലിരിക്കുന്ന പോലെ ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ ഒത്തിരി സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കാണുന്നവർക്കും അതുപോലെ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയാണുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ ആ സാന്നിധ്യത്തെ അനുഭവിച്ചാട്ടെ. നിങ്ങൾ അപ്പനോട് പറഞ്ഞാട്ടെ, അപ്പാ അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അപ്പനോട് നിങ്ങളുടെ ഹൃദയങ്ങളെ പകർന്ന് സംസാരിച്ചാട്ടെ. അപ്പാ, കരയണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധി കരയാം. അല്ലെങ്കിൽ ചിരിക്കണമെങ്കിൽ ചിരിക്കാം. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിലുണ്ട്. ഉമ്മയപ്പാൻ കൂപ്പിടത്താൻ ആസை, ഉമ്മയപ്പാന് കൂപ്പിടുവേ. ഉമ്മയമ്മാൻ കൂപ്പിടത്താൻ ആസை, உம்மையம்மானு கூப்பிடுவே. உம்மையப்பான்னு கூப்பிடுவே. உம்மையம்மான்னு கூப்பிடுவே. உம்மையப்பான்னு கூப்பிடுவே. உம்மையம்மான்னு கூப்பிடுவே. உம்மையப்பான்னு கூப்பிடத்தான் ஆசை, உம்மையப்பான்னு கூப்பிடுவா. உம்மையம்மான்னு கூப்பிடத்தான் ஆசை, உம்மையம்மான்னு கூப்பிடுவா. കർത്താവേ, നന്ദി അപ്പാ. അപ്പാ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവനെ വിളിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പനെ കഴിയുന്നില്ലെങ്കിൽ എവിടെയോ നിങ്ങളും ദൈവവുമായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട്. ശരിക്കും ഒരു അപ്പന്റെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയോ ഒരു പാപം, എവിടെയോ ഒരു കുറ്റം, ദൈവവുമായിട്ടൊരു നിരപ്പില്ലാത്ത അവസ്ഥ ജീവിതത്തിലുണ്ട്. അതിനെ ഉടൻ പരിഹരിക്കണം, ഉടനെ അത് പരിഹരിക്കണം. கூப்பிடத்தான் ஆசை, உம்மையப்பான்னு கூப்பிடுவா. உம்மையம்மா கூப்பிடத்தான் ஆசை, ഉമ്മയമ്മാന്ന് കൂപ്പിടുവാ. നിങ്ങളുടെ വിഷമങ്ങളെയൊക്കെ അപ്പന്റെ സന്നിധി കൊടുത്തേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. കരുവിലെന്നെ സുമപ്പതു പാത്താ അമ്മാന്ന് சொல்லണോ. തോളിലെന്നെ சுமப்பது பார்த்தால் அப்பான்னு சொல்லணும். உம்மையப்பா
உம்மையம்மான் கூப்பிடத்தான் ஆசை, உம்மையம்மான் கூப்பிடுவா. அப்பா ഞങ്ങൾ അങ്ങയുടെ മക്കളാണപ്പാ. ഒത്തിരി സന്തോഷം ഡാഡി എന്ന് വിളിക്കാൻ കഴിഞ്ഞു. ഹെവൻലി ഫാദർ, ഞങ്ങൾക്ക് അപ്പന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിയുന്ന എത്രയോ സന്തോഷമാണ്. അങ്ങ് ആ മുറിവുകളെ കെട്ടുന്നതിനായി ഞാനിപ്പോൾ നന്ദി പറയും. സ്നേഹം ലഭിക്കാതെ ഒത്തിരി ഹൃദയങ്ങൾ തകർന്നിരിപ്പുണ്ട്. സ്നേഹം ലഭിക്കാത്ത ഹൃദയങ്ങളെ കർത്താവ് തൊടുന്നു. അപ്പൻ പറയുവാണ്, നീ ആരുമില്ലാത്തവളല്ല, നീ അനാഥനല്ല, നിനക്കൊരപ്പായുണ്ട്, നിനക്കൊരപ്പായുണ്ട്. നീ അഡ്രസ് ഇല്ലാത്തവളല്ല, നിനക്കൊരപ്പായുണ്ട്. നിന്റെ കാര്യങ്ങൾ അറിയുന്ന ഒരപ്പൻ നിനക്കുണ്ട്. അബ്ബാ 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 മലിക്കൗലാ ملك 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 أبا شكلا شوفي شوفي تسلي وراكلاي وبراي قبا ويتاتي أبا 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 ملك ولا ملك 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 أبا شكلا شوفي شوفي تسلي وراكلاي وبراي قبا ويتاتي. കർത്താവേ, ഞങ്ങളുടെ അപ്പനാകയാൽ ഞങ്ങൾ സുരക്ഷിതരാണ്. എന്തിന് ഞങ്ങൾ വ്യാകുലപ്പെടണം? എന്തിന് ഞങ്ങൾ വ്യാകുലപ്പെടണം? എന്തിന് ഞങ്ങൾ ടെൻഷൻ ആവണം? ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ഇന്നു മുതൽ ഞാൻ ഒന്നിനും ടെൻഷൻ ആകത്തില്ല. ഒരു കാര്യങ്ങളും എൻ്റെ മനസ്സിൽ പിശാചിട്ട് എന്നെ ടെൻഷൻ ആക്കാനായിട്ട് അവന് കഴിയത്തില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ കരത്തെ പിടിച്ചേക്കുവാ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ വിട്ടുകളയത്തില്ല. നിങ്ങളെ അവൻ കൈവിടില്ല എന്ന് പറഞ്ഞാൽ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. ആരോടോ കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നിങ്ങളുടെ കൈ പിടിക്കാൻ ആരുമില്ലെന്ന് പറയുന്നെങ്കിൽ ഞാൻ നിന്റെ കരത്തെ പിടിക്കും. ഹല്ലേലൂയ. അതെന്തുകൊണ്ടെന്നാൽ നീ എൻ്റെ മകനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നീ ഒരു വഴിപോക്കനല്ല, നീ എൻ്റെ മകനാ. ഹല്ലേലൂയ. നീ എൻ്റെ മകനാ, നീ എൻ്റെ മകനാ. ഞാൻ വീണ്ടും വീണ്ടും ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. നിനക്ക് വേണ്ടിയാ ഞാൻ മരിച്ചത്, നിനക്ക് വേണ്ടിയാ എൻ്റെ ജീവൻ കൊടുത്തത്. നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു. ഓ കർത്താവേ, നന്ദി പറയുന്നപ്പാ. കർത്താവ് നിങ്ങളിൽ നിന്ന് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പനെ ഒന്ന് സ്നേഹിക്കാവൂ, സ്നേഹിക്കാവൂ. എല്ലാറ്റിലുപരി ആഴത്തിൽ അപ്പനെ ഒന്ന് സ്നേഹിക്കാവൂ. ആത്മാവിൽ ആ ചൂടൊന്ന് അനുഭവിക്കാനായി കഴിയുന്നുണ്ട്. ആത്മാവിൽ അപ്പന്റെ ആ ഹൃദയത്തിലെ ചൂട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പന്റെ വേദന മനസ്സിലാവുന്നുണ്ടോ? അപ്പന്റെ ആ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ചോദിക്കുന്നു, എന്റെ ഹൃദയം നിനക്കറിയാവോ? എന്റെ ഹൃദയം അറിയാമോ? നിന്നെ പറ്റിയുള്ള എന്റെ വേദനകൾ എന്താണെന്ന് നിനക്കറിയാമോ? ഒത്തിരി നീ എന്നെ വേദനിപ്പിച്ചെങ്കിലും ഞാൻ നിന്നെ ഇന്ന് സ്നേഹിക്കുന്നു. നീ മടങ്ങി വരുന്നെങ്കിൽ
നിനക്കായി ഞാൻ ചിലത് ഒരുക്കിയിട്ടുണ്ട്. നീ മടങ്ങി വരുന്നെങ്കിൽ നിനക്കായി ഞാൻ ചിലത് ഒരുക്കിയിട്ടുണ്ട്. അക്ഷരത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കുക. നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവജല നദികൾ അനേകർ കുടിക്കുന്നതായിത്തീരും. നിന്നെ ഞാൻ എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു. എൻ്റെ മഹത്വം വഹിക്കാൻ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ മഹത്വത്തെ നിനക്ക് വഹിക്കാമോ? എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്നതല്ല. നിനക്ക് വേണ്ടി എൻ്റെ മഹത്വം ഞാൻ തരുന്നു. എൻ്റെ ഗ്ലോറിക്കകത്ത് ഞാൻ നിന്നെ പൊതിയുക. ചുറ്റിലും നിൽക്കുന്നവരെ നീ നോക്കല്ല. ചുറ്റിലും നിന്നെക്കുറിച്ച് പറയുന്നവരെ നീ നോക്കുന്നുണ്ട്. അതല്ല നോക്കാനായിട്ട് ഞാൻ പറയുന്നത്. കർത്താവ് പറയുന്നു, നീ എന്നെ നോക്കുകയാണെങ്കിൽ മഹത്വം വഹിക്കുന്ന ഒരു പാത്രമാക്കി നിന്നെ മാറ്റും. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഇവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? അതൊക്കെ ചിന്തിച്ചാൽ ഒരിക്കലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. നിങ്ങളെ ദൈവം ഈ നാളുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോട്ട പോലെ, ഒരു തൂണ് പോലെ ഈ നാളുകളിൽ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. പലരും സ്ട്രോങ് അല്ല, ബലഹീനരാണ്. നിങ്ങൾക്ക് തന്നെ അതറിയാം. ഞാൻ ബലഹീനനാണ് കർത്താവേ, ഒന്നിനും എനിക്ക് കഴിയത്തില്ലെന്ന് പറയുന്ന ചില ജീവിതങ്ങളെ നോക്കി ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു കോട്ട പോലെ, ഒരു മതിൽ പോലെ സ്ട്രോങ് ആയിട്ട് നിർത്താൻ പോവാ ഞാൻ. അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, എന്നിലുള്ള ബലഹീനതകളെ എടുത്ത് എന്നെ ഒരു കോട്ട പോലെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവിനെ മാറ്റണം. ഹല്ലേലൂയ. പിശാചിനെ തകർക്കാൻ കഴിയാത്ത പോലെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പിശാച് പലരുടെയും ജീവിതത്തിൽ കയറി കളിക്കുവാണ്. നിങ്ങളൊന്ന് എഴുന്നേൽക്കാമെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാമെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറയാമെങ്കിൽ, പിശാചിനെതിരെ ശക്തമായ ഒരു ആയുധമാക്കി ദൈവം നിങ്ങളെ മാറ്റാനായി പോകുന്നു. ഹല്ലേലൂയ. ഇപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കുക. ചില വില കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് സമയം കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കാമെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, നന്ദിയപ്പാ, നന്ദി ദൈവമേ, നന്ദി പിതാവേ, നന്ദിയപ്പാ. ഓ താങ്ക് യു ജീസസ്. കർത്താവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മഹത്വം വഹിക്കാതെ എൻ്റെ സാന്നിധ്യത്തിലായിരിക്കാനായിട്ട് കഴിയുന്നതല്ല. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവമഹത്വം വഹിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് സഞ്ചരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നെങ്കിൽ അത് ആ മഹത്വം വഹിച്ചിട്ടായിരിക്കണം. ഹല്ലേലൂയ. ആ ഗ്ലോറിയെ വഹിച്ചുകൊണ്ടായിരിക്കണം ഞാൻ സ്റ്റെപ്പ് വയ്ക്കേണ്ടത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ, ഉപയോഗിക്കണേ. കർത്താവേ, പറഞ്ഞാട്ടെ, അങ്ങനെ ഉപയോഗിക്കണമേ കർത്താവേ. അണയാത്ത ഒരു അഗ്നിയായി കത്താനായിട്ട് ഉപയോഗിക്കണമേ. മറ്റൊന്നിൽ സന്തോഷമില്ല, മറ്റൊന്നിൽ ആനന്ദമില്ല, മറ്റൊന്നിൽ സന്തോഷമില്ല, മറ്റൊന്നിൽ ആനന്ദമില്ല, നിൻ സാന്നിധ്യം യേശുവേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനല്ലാതെ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല.
ആ സാന്നിധ്യം വഹിച്ച് നടക്കണം, ആ മഹത്വത്തെ വഹിച്ച് നടക്കണം. ഹല്ലേലൂയ. അടുത്ത ഒരു ഗ്ലോറിയുടെ തലത്തിലേക്ക് കയറാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അവരെല്ലാം പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിറയ്ക്കാനായി പോവുകയാണ്. ഹല്ലേലൂയ. നമ്മളൊന്നിച്ച് കരങ്ങൾ അടിപ്പിച്ച് അല്പസമയം അന്യഭാഷകളിലൊന്ന് കർത്താവിനെ സ്തുതിക്കാൻ, ആരാധിക്കാനായിട്ട് പോവുകയാണ്. യൂട്യൂബിൽ കാണുന്ന സഹോദരങ്ങൾ, പുതുഭാഷ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. അടുത്ത ഒരു തലത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. അടുത്ത ഒരു തലത്തിലേക്ക് കർത്താവെ എന്നെ കൊണ്ടുപോകണമേ. അടുത്ത ഒരു തലത്തിലേക്ക് അങ്ങ് കൈപിടിച്ച് കൊണ്ടുപോകണം. ഹല്ലേലൂയ. എല്ലാ സ്പിരിച്വൽ മണ്ഡലത്തിലെ ബ്ലോക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നു വരട്ടെ. ആരും ആരുടെ അടുത്ത് വരില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇപ്പോൾ തൊടും. നിങ്ങളായിരിക്കുന്നിടത്ത് തൊടും. നിങ്ങൾ ഭവനത്തിനകത്തെങ്കിൽ തൊടും, മുറികൾക്കകത്തെങ്കിൽ തൊടും, യാത്രയിലായിരിക്കുന്നെങ്കിൽ തൊടും. നിങ്ങൾ എവിടെ ഇരുന്നാണ് ഇത് കേൾക്കുന്നത്, ആ കേൾക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടുവാനായി പോകുന്നു. കർത്താവ് ചില ജീവിതങ്ങളോട് പറയുന്നു, ധൈര്യത്തോടെ മുന്നോട്ട് വാ, ധൈര്യത്തോടെ മുന്നോട്ട് വാ, ധൈര്യത്തോടെ മുന്നോട്ട് വാ. ആ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ അങ്ങയുടെ മഹത്വത്താല് എന്നെ നിറയ്ക്കണം, അങ്ങയുടെ ഗ്ലോറിയാൽ എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. മഹത്വമേ മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ മഹത്വമേ, പിൻപടയായി വരുന്ന മഹത്വമേ, മഹത്വമേ മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ മഹത്വമേ, പിൻപടയായി വരുന്ന മഹത്വമേ. ഓ ഹല്ലേലൂയ. കർത്താവേ, ആ ഗ്ലോറിയാൽ അങ്ങ് നിറയ്ക്കണം. ഇപ്പോൾ എല്ലാ മക്കളെയും നിറയ്ക്കണം. ഹല്ലേലൂയ. അവരത് അനുഭവിക്കട്ടെ, അവരുടെ ശരീരങ്ങൾ അനുഭവിക്കട്ടെ, ദേഹം ദേഹിയാത്മാവിൽ അവരുടെ പ്രസൻസ് അവരനുഭവിക്കട്ടെ. കർത്താവേ, അവരുടെ ഉള്ളിൽ നിന്ന് ഭാരത്തെ എല്ലാം എൻ്റെ ദൈവം നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു കുഞ്ഞാടിനെ പോലെ, ഒരു കൊച്ചു കുഞ്ഞാടിനെ പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കാൻ, ആ നല്ല ഇടയൻ്റെ കരങ്ങളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലതിനെ കർത്താവ് ഈ നാളുകളിൽ ആ മാറോട് ചേർത്ത് വയ്ക്കാനായി പോകുന്നു. ഹല്ലേലൂയ. ആ മാറോട് ചേർത്ത് വയ്ക്കാനായി പോകുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇപ്പോൾ ചില ശരീരങ്ങളെ ദൈവം സൗഖ്യമാക്കുകയാണ്. ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കും. ശരീരമാസകലം പെയിൻ അനുഭവിക്കുന്ന, വിട്ടുമാറാത്ത തലവേദനകളാൽ ഭാരപ്പെടുന്നവർ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കഴിയത്തില്ല, ഒത്തിരി അസ്വസ്ഥത അനുഭവിക്കുന്നവരെ എൻ്റെ യേശു സൗഖ്യമാക്കും, സൗഖ്യമാക്കും. ശരീരങ്ങൾ സൗഖ്യമാകുക, ശരീരങ്ങൾ സൗഖ്യമാകും. ഹല്ലേലൂയ. തലച്ചോറിനെ ബാധിക്കുന്ന ചില രോഗങ്ങളുള്ളവര്, സെറിബ്രൽ അങ്ങനെ കർത്താവ് പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് രോഗങ്ങൾ, വലിയ ചില രോഗങ്ങളെ ഭാരപ്പെടുന്നു. തലച്ചോറിനകത്തുള്ള ചില ഡിസോർഡറുകൾ കർത്താവ് പരിഹരിക്കാനായിട്ട് പോവാം. ദൈവം പരിഹരിക്കുന്നു. അത് കർത്താവ് അത് ചെയ്യുവാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വിശ്വാസത്തോടെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ദൈവം അത് ചെയ്യുവാൻ. പുരാതന ശൂന്യങ്ങളെ പണിയാനായിട്ട് ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ചിലതെല്ലാം പിശാച് തകർത്ത് കളഞ്ഞു.
ചിലതെല്ലാം വെളിച്ചം കാണാതെ കിടക്കുന്നിടത്ത് നിന്നെ കർത്താവ് അയക്കാനായിട്ട് പോവാം. ചില വെളിച്ചം കാണാതെ കിടക്കുന്ന ഏരിയയിലേക്ക് ദൈവം നിങ്ങളെ അയക്കും. ഹല്ലേലൂയ. അവിടെ നീ വെളിച്ചമാകേണ്ടതിന് ശൂന്യമായി കിടക്കുന്ന ചിലതിൻ്റെ അടുക്കലേക്ക് കർത്താവ് അയക്കാനായിട്ട് പോകും. ഹല്ലേലൂയ. ശൂന്യമായ ചില സ്ഥലങ്ങളിൽ കർത്താവ് നിങ്ങളെ അയക്കും. ദൈവത്തെപ്പറ്റി അറിയാത്ത ചിലയിടങ്ങളിൽ ദൈവത്തെപ്പറ്റി പറയാനായിട്ട്. ഹല്ലേലൂയ. ഭയക്കേണ്ട കാര്യമില്ല. കർത്താവ് പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നിന്നെ ഞാൻ വിളിച്ചിറക്കുമ്പോൾ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തതുപോലെ കർത്താവ് ആ സഭയെ പണിയാനായിട്ട് പോകും. ഹല്ലേലൂയ. ചിലരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ഉപയോഗപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അത് ചെയ്യാനായിട്ട് പോവാം. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ചേർന്നിരിക്കുന്നെങ്കിൽ ഈ നാളുകളിൽ നിങ്ങളെ ഞാൻ നിറയ്ക്കുമെന്ന് കർത്താവ് പറയും. ഹല്ലേലൂയ. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ടൊന്നിനും കഴിയത്തില്ല, സ്വയമായിട്ട് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. നിങ്ങൾ കർത്താവിന് കൂടി ചേർന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന് ഫലമുള്ളവരായിട്ട് മാറും. ചേർന്നിരുന്നാട്ടെ. ആരോടെല്ലാമാണോ കർത്താവ് ഇത് സംസാരിക്കുന്നത് അവരിത് ഏറ്റെടുക്കുകയും നിങ്ങളിത് ചെയ്യുകയും വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് ഫോർ യുവർ മൈറ്റി പ്രസൻസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയും. ഹല്ലേലൂയ. നിങ്ങളുടെ ചില അതിരുകളെ കർത്താവ് ഈ നാളുകളിൽ പൊളിക്കും. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ തന്നെ വെച്ച അതിരുകളുണ്ട്, പിശാച് വെച്ച അതിരുകളുണ്ട്. അതിരുകളെ പൊളിച്ചിട്ട് കർത്താവ് നിങ്ങളെ പുറത്തേക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ. ചില ജീവിതങ്ങൾ കർത്താവ് കാണിക്കുന്നു മുള്ളുകൾ പോലെ, മുള്ളുകൾക്കിടയിലൂടെ ഇരിക്കുന്ന പോലെ. അത്രയ്ക്കും കഴിയുന്നില്ല അവർക്ക്, മുള്ളിനിടയിൽ ഇരിക്കുന്ന പോലുള്ള ജീവിതങ്ങൾ. കർത്താവ് പറയുന്നു, നീ നിന്നെ തന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിന്നെ മനോഹരമായ ആ മുള്ളിൽ നിന്ന് വരുന്ന ഒരു പനിനീർപ്പ് പോലെ ഞാൻ പുറത്തെടുക്കാനായിട്ട് പോകാം. ഹല്ലേലൂയ. ആ മുള്ളുള്ള ജീവിതത്തിലും പനിനീർപ്പൂവിൻ്റെ അവസ്ഥ ജീവിതങ്ങളിൽ ഉണ്ടാകാനായിട്ട് പോകാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അപ്പാ, ഒന്നും ഞാൻ എൻ്റേതൊന്നും വെക്കുന്നില്ല, എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് മുഴുവനായിട്ട് തരികാണ് പറഞ്ഞട്ടെ. ശോധനയുടെ വലിയ തീച്ചൂളയുടെ നടുവിലാണെങ്കിലും അതിൽ നിന്ന് നീ പുറത്തു വരാനേ പോകും. മനോഹരമായ ഒരു ഭാവി കർത്താവ് നിങ്ങൾക്ക് വെച്ചിരിക്കുക. മനോഹരമായ ഒരു ഭാവി. എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചെന്ന് പറഞ്ഞു പോയി ഒത്തിരി പേർ ആകുലപ്പെട്ട് കരയുന്നുണ്ട്. അവരോട് പറയുക, മനോഹരമായ ഒരു ഭാവി നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. സൂര്യൻ പ്രകാശിക്കുന്ന പോലെ ചില ജീവിതങ്ങളെ പ്രകാശമാനമാക്കി മാറ്റാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നെങ്കിൽ ലക്ഷോപലക്ഷങ്ങൾക്ക് വെളിച്ചം പകരാനായിട്ട് കർത്താവ് നിന്നെ ഉപയോഗിക്കും. ഭയപ്പെടരുതെന്ന് കർത്താവ് പറയുന്നു. നെവർ ബി അഫ്രൈഡ്. ഒരിക്കലും ഭയപ്പെടരുത്. ഭയം ദൈവത്തിൻ്റെതല്ല. എല്ലാ ഭയങ്ങളും ഒന്ന് മാറിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. യൂട്യൂബിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരോടും സംസാരിച്ചതിനായി നന്ദി പറയുന്നു. അടുത്ത തലങ്ങളിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരണം. ആത്മാവിൻ്റെ വരങ്ങളാൽ ഫലങ്ങളാൽ ദൈവം അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ അനുഭവങ്ങൾ അവർക്ക് ഈ നാളുകളിൽ ഉണ്ടാകട്ടെ. സ്വർഗീയ തലങ്ങളിലേക്ക് അവരെ കർത്താവ് കൈപിടിച്ച് കയറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്പിരിച്വൽ എൻകൗണ്ടർ അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഓരോരോ വ്യക്തികൾക്കായും പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായും ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ അവരോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ കരങ്ങൾ ചലിച്ചതിനായി സ്തോത്രം. യേശുവിൻ
അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിലൂടെ, അടുത്ത ഒരു ഭാഗത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം പറയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ധാരാളം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ.